السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ثم أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. اللهم صل على محمد وعلى آل محمد. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الناس اتقوا ربكم واخشوا يوما لا يجزي والد عن ولده ولا مولود هو جاز عن والده شيئا. إن وعد الله حق فلا تغرنكم الحياة الدنيا ولا يغرنكم بالله الغرور. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ള വേദിയിലിരിക്കുന്ന ഈ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് മടങ്ങിപ്പോയ പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച കുവൈത്ത് കേരള ഇസ്ലാഹി സെൻറ്ററിൻ്റെ ഭാരവാഹികളെ, ഈ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, സമയം വൈകിക്കൊണ്ടിരിക്കുകയാണ്. നാം ഇവിടെ ഒത്തുകൂടിയതിൻ്റെ ലക്ഷ്യം പല സംസാരങ്ങളിലൂടെയും നിങ്ങൾ കേട്ടുകഴിഞ്ഞതാണ്. തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത് എന്ന മഹത്തായ പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിവരുന്ന ക്യാമ്പയിൻ്റെ സമാപന സമ്മേളനവും അടുത്ത ഒരു പുതിയ പ്രോഗ്രാമിൻ്റെ തുടക്കം കുറിക്കലുമാണ് ഈ വേദി ഇന്ന് സാക്ഷിയായിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നത് സ്വീകരിക്കുമാറാകട്ടെ. മനുഷ്യരായി പിറന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലക്ഷ്യബോധം എന്താണ് എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ സവിസ്തരം പറഞ്ഞൊരു കാര്യമാണ്. മറ്റു ജീവജാലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മനുഷ്യർക്ക് അല്ലാഹു ചിന്താശേഷി നൽകിയത്, അറിവ് നൽകിയത്, കഴിവ് നൽകിയത്, പക്വത നൽകിയത് വരാനിരിക്കുന്ന ഒരു പരലോകമുണ്ട് എന്ന ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുവാൻ വേണ്ടിയാണ്. ജീവിതം എന്ന് പറയുന്ന ഈ കുറഞ്ഞ കാലയളവ് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് നമ്മിൽ നിന്നും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കൂടെ ജീവിച്ച പലരും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. ഈ കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ഷബീർക്ക എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള വിയോഗം നിങ്ങളെ ഓരോരുത്തരെയും മാനസികമായി തളർത്തി എന്നുള്ളത് പലരുടെയും സംസാരത്തിൽ നിന്നും വ്യക്തമായൊരു കാര്യമാണ്. ഈ പ്രസ്ഥാനത്തിനു വേണ്ടി, ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി, ഈ സെൻറ്ററിനു വേണ്ടി അഹോരാത്രം കൈമെയ് മറന്ന് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അധ്വാനിച്ച് ഒരു പിടി നന്മകളുമായി ഈ ലോകത്തോട് വിട പറഞ്ഞ ആ നല്ല മനുഷ്യന് അള്ളാഹു അർഹിച്ച സ്വീകാര്യത കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്കെല്ലാവർക്കും ഹൃദ്യമായ സുന്ദരമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചു കൊണ്ടുള്ളൊരു മരണം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ജനനം നടന്നു കഴിഞ്ഞു, നമ്മുടെ മരണം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ളത് കുറച്ച് ജീവിതം മാത്രമാണ്. നമ്മൾ എത്ര കാലമാണ് ജീവിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ?
ഒരു മനുഷ്യൻ്റെ ശരാശരി ആയുസ് 70 വയസ്സായി നിജപ്പെടുത്തുകയാണെങ്കിൽ വെറും 25,550 ദിവസങ്ങൾ മാത്രമേ ആ മനുഷ്യന് അള്ളാഹു നൽകിയിട്ടുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. പലരും വിചാരിച്ചിരിക്കുന്നത് കൊല്ലം ലക്ഷക്കണക്കിന് ദിവസങ്ങൾ ഈ ലോകത്ത് ജീവിക്കാനുണ്ടാകുമെന്നാണ്. അതൊക്കെ അബദ്ധങ്ങളാണ്, മിഥ്യാധാരണകളാണ്. അതിൽ തന്നെ എത്ര ദിവസം നമുക്ക് കഴിഞ്ഞുപോയി. പല ദിവസങ്ങളിലും നമുക്കൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ലായിരുന്നു. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ എത്ര കണ്ട് നമുക്ക് ആയുസ് ബാക്കിയുണ്ട്, ആരോഗ്യം ബാക്കിയുണ്ട് എന്നുള്ളതൊക്കെ ഒരു ചോദ്യചിഹ്നമാണ്. ദിനം പ്രതി അസുഖങ്ങൾ തുടങ്ങിയിട്ടുള്ള പരീക്ഷണങ്ങളാൽ നമ്മൾ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരിരുട്ടിൽ നിന്ന് മറ്റൊരിരുട്ടിലേക്കുള്ളൊരു യാത്രയാണ് യഥാർത്ഥത്തിൽ ജീവിതം എന്ന് പറയുന്ന ഈ കുറഞ്ഞ കാലയളവ് എന്നത് നാം തിരിച്ചറിയണം. പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത് പരലോകമുണ്ട് എന്ന ബോധ്യമാണ്. പലർക്കും അതൊക്കെ ഒരു തമാശയാണ്. എന്താണ് പരലോകം? പുതിയ തലമുറകളെ സംബന്ധിച്ചിടത്തോളം അടിച്ചുപൊളി ലൈഫൊക്കെ ആയിട്ട് ജീവിക്കുന്ന ലോ എന്ന സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണെന്ന് വളരെ കൂടുതൽ പേരും. ലോ യു ഓൺലി ലീവ് വൺസ് എന്നാണ്. നിനക്കൊരൊറ്റ ജീവിതമേ ഉള്ളൂ. ആ ഒറ്റ ജീവിതം ഐസ്ക്രീം നുകരുന്നത് പോലെ അതിങ്ങനെ വെറുതെ കൊണ്ടു നടന്നാൽ തനിയെ അത് അലിഞ്ഞില്ലാതായി പോകും. അതുകൊണ്ട് പരമാവധി ആസ്വദിക്കുക. ടെലിവിഷനുകളിലൂടെ, യൂട്യൂബുകളിലൂടെ, വ്ളോഗുകളിലൂടെ, വീഡിയോകളിലൂടെ സെലിബ്രിറ്റികളും അല്ലാത്തവരും എല്ലാവരും ജനങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വീടകങ്ങളിൽ അടക്കത്തോടെ ഒതുക്കത്തോടെ കഴിഞ്ഞുകൂടിയ നമ്മുടെ ഭാര്യമാർ, പെൺമക്കൾ, ആൺമക്കൾ എല്ലാവരും ഇപ്പോൾ ഈ പറയപ്പെട്ട സെലിബ്രിറ്റികളുടെയൊക്കെ അവരുടെ സിദ്ധാന്തങ്ങളുടെ പിറകെ ഈ ഭൗതിക ലോകത്തെ എങ്ങനെയും അടിച്ചു പൊളിക്കുക എന്ന ശൈലിയിലേക്ക് മാറിയിട്ടുണ്ട് സഹോദരങ്ങളെ. ഈ സന്ദർഭത്തിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് എന്നത് നമ്മൾ വിസ്മരിക്കരുത്. നമുക്കൊരു പരലോകമുണ്ട്. എത്ര നിഷേധിക്കാൻ നമ്മൾ ശ്രമിച്ചാലും നമ്മുടെ ബുദ്ധി അനുവദിക്കാത്ത ഒരു പരലോകം നമ്മുടെ മുന്നിലുണ്ട്. ആർക്കെങ്കിലും അതിനെക്കുറിച്ച് വല്ല അവിശ്വാസമോ വിശ്വാസക്കുറവോ ഉണ്ട് എങ്കിൽ പരിശുദ്ധ ഖുർആനിലെ എണ്ണമറ്റ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യബുദ്ധിയോട് സംസാരിച്ചു കൊണ്ട് പറയുന്നത് നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ എന്നാണ്. നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ. മരണത്തിന് ശേഷം ഒരു ലോകമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമാണോ? പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹജ്ജ് 22-ാം അധ്യായമാണ്. ആ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ പടച്ച റബ്ബ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇൻ കുന്തും ഫീ റൈബിൻ മിനൽ ബഅസ്, പരലോകത്തെക്കുറിച്ച് നിങ്ങൾക്ക് സന്ദേഹമാണ്, ഡൗട്ടാണ്, ഇപ്പോഴും നിങ്ങൾക്കിതുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ തർക്കമാണ് എങ്കിൽ ഫഇന്നാ ഖലഖ്നാകും മിൻ തുറാബിൻ, നിങ്ങളെ നാം വെറും മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. അതിനുശേഷം നിങ്ങളെ നാം ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചു. പിന്നീട് നിങ്ങളെ രൂപം നൽകപ്പെട്ടതും നൽകപ്പെടാത്തതുമായ അവസ്ഥയിൽ നിന്നൊരു മനുഷ്യനായി ഈ ഭൂമുഖത്തേക്ക് കൊണ്ടുവന്ന യാഥാർത്ഥ്യത്തെ നിങ്ങൾ എന്തുകൊണ്ടാണ് വിസ്മരിക്കുന്നത് എന്ന് പടച്ച റബ്ബ് നമ്മോട് പറയുകയാണ്. ഞാനിവിടെ കാണിക്കുന്നൊരു സ്ലൈഡ് നിങ്ങൾ ശരിക്കും കാണണം. എന്താണതിൽ പറയാൻ പോകുന്നത്? പരിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിലെ ഒരു വചനമാണ്. ആ വചനത്തിലൂടെ പടച്ച റബ്ബ് നമ്മോട് പറയുന്നത്, നിങ്ങൾക്ക് പടച്ച റബ്ബിൽ വിശ്വാസമില്ലെങ്കിൽ, അള്ളാഹു നമുക്ക് വിധിച്ചിട്ടുള്ള പരലോകത്തിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾ എവിടെ നിന്ന് വന്നവരായിരുന്നു? നിങ്ങൾ ഒരു പിതാവിൻ്റെ അദ്ദേഹത്തിൻ്റെ മുതുകല്ലിൽ നിന്നും തെറിച്ചു വീണ ഇന്ദ്രിയത്തുള്ളിയിലെ കോടിക്കണക്കിന് ബീജങ്ങളിൽ ഒന്ന് മാത്രമായിരുന്നു എന്ന മഹത്തായ സന്ദേശത്തെ പടച്ച റബ്ബ് പറഞ്ഞു തരികയാണ്. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്ർ ലം യകുൻ ശൈഅൻ മദ്കൂറാ. അല്ലാഹു പറഞ്ഞതുപോലെ, മനുഷ്യരെ നിങ്ങൾ മനസ്സിലാക്കണം, പ്രസ്താവ്യയോഗ്യമല്ലാതിരുന്നൊരു കാലഘട്ടം നിങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. വലഖദ് ഖലഖ്നൽ ഇൻസാന, തീർച്ചയായും മനുഷ്യരെ നാം സൃഷ്ടിച്ചിരിക്കുന്നത് മിൻ തീൻ, അഥവാ മണ്ണിൽ നിന്നാണ്. തുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാരിൻ മകീൻ, പിന്നീട് നാം നിങ്ങളെ ഭദ്രമായ ഒരു സ്ഥാനത്തൊരു ബീജത്തിൻ്റെ രൂപത്തിൽ അള്ളാഹു സംവിധാനിച്ചു, അതൊരു ഭ്രൂണമാക്കി മാറ്റി. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, തുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാരിൻ മകീൻ തുമ്മ ഖലഖ്നൻ നുത്ഫത അലഖ ഫഖലഖ്നൽ അലഖത മുദ്ഗ ഫകസൗനൽ ഇദാമ ലഹ്മ
ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. പിന്നീട് നിങ്ങളെ നാം ഭ്രൂണമാക്കി മാംസം കൊണ്ട് നിങ്ങളെ പൊതിഞ്ഞു, എല്ലുകൾ പൊതിഞ്ഞു, മാംസളമായ ശരീരം നൽകി. വീണ്ടും നിങ്ങളെ നാം അതാ മനുഷ്യരൂപത്തിലാക്കി. 9 മാസം കഴിഞ്ഞ് ഈ മനുഷ്യായനത്തിലെ ഒരു കണ്ണിയായി നിങ്ങളെ ഭൂമുഖത്തേക്ക് കൊണ്ടുവന്നവനാണവൻ. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. നിങ്ങൾക്കൊരു അഡ്രസ് ഉണ്ടായിരുന്നില്ല, നിങ്ങൾക്കൊരു പേരുണ്ടായിരുന്നില്ല. ആ അവസ്ഥയിൽ നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്ന മൈക്രോസ്കോപ്പുകൾ കൊണ്ട്, അതും അതിനൂതനമായ മൈക്രോസ്കോപ്പുകൾ കൊണ്ട് മാത്രം കാണാവുന്ന പാകത്തിൽ ചെറിയൊരു ബീജത്തിൻ്റെ തുടക്കത്തിൽ നിന്ന് ഈ കാണുന്ന മനുഷ്യൻ്റെ കോലത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ നിങ്ങൾ പറയുന്നു, ഞാൻ പിറന്നു വീണത് ആരുടെയും ബലത്തിലല്ല, ആരും എന്നെ സൃഷ്ടിച്ചതല്ല, ഞാൻ താനെ ഉണ്ടായതാണ് എന്നുള്ള അത്തരത്തിലുള്ള വികള വിശ്വാസങ്ങളെ, അത്തരത്തിലുള്ള മിഥ്യാധാരണകളെ തിരുത്തണമെന്നാണ് ഖുർആൻ നമ്മോട് പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ പരലോകത്തെക്കുറിച്ച് നമുക്ക് ബോധമുണ്ടാകണം. ആ പരലോകം നമ്മുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. ജീവിതം കുറഞ്ഞു വരികയാണ്. പരലോകത്തേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന ബോധം തീർച്ചയായും നമുക്കുണ്ടാകണം പ്രിയപ്പെട്ടവരെ. ആ പരലോകത്തിൽ സ്വർഗമുണ്ട്, ആ പരലോകത്തിൽ നരകമുണ്ട്. പക്ഷേ ഇതൊക്കെ ഇന്നത്തെ തലമുറകളോട് പറയുമ്പോൾ അവർക്കൊക്കെ ഒരു പുച്ഛഭാവമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നരകമെന്ന് പറഞ്ഞാൽ എന്താണ്? കത്തിയാളുന്ന നരകാഗ്നിയെക്കുറിച്ച് ഖുർആനിൽ 1/3 ഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, പരലോകത്തെ ശിക്ഷയെക്കുറിച്ച് ഇങ്ങനെ സവിസ്തരം പറയാനായിട്ട് ഖുർആനിൻ്റെ ഓരോ പേജുകൾ, താളുകൾ അല്ലാഹു ഉപയോഗപ്പെടുത്തുമ്പോൾ ആ നരകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ എന്താണ് സഹോദരങ്ങളെ? നിങ്ങൾ നോക്കൂ, ഞാനൊരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുകയാണ്. അത് നിങ്ങളെ ഭയപ്പെടുത്താനല്ല, പേടിപ്പിക്കാനല്ല, മറിച്ച് നിങ്ങളൊന്ന് കാണണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു ഓഫർ തരികയാണെന്ന് സങ്കല്പിക്കുക. എന്താണ് ആ ഓഫർ? നിങ്ങളെ നരകത്തിലേക്ക് പടച്ച റബ്ബ് അയക്കുന്നതിന് മുമ്പായി, അല്ലെങ്കിൽ നിങ്ങൾ മരിക്കുന്നതിന് മുമ്പായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കൊരു ഓഫർ തരികയാണ്. എന്താണ് ആ ഓഫർ എന്നറിയുമോ? ഈ ലോകത്ത് നിങ്ങൾ മരിക്കുന്നതിന് മുമ്പായി ഒരു 5 മിനിറ്റ് സമയം നിങ്ങൾ ഇവിടുത്തെ തീയിലൊന്ന് കിടന്നാൽ മാത്രം മതി. നിങ്ങൾ വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തു തരാം, നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തു തരാം, നിങ്ങൾ തോന്നിവാസങ്ങളിൽ അഭിരമിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം പുറത്തു തരാം. പക്ഷേ മരിക്കുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുമ്പെങ്കിലും കുറച്ചു സമയം നിങ്ങളൊന്ന് തീയിൽ കിടക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് നോക്കൂ സഹോദരങ്ങളെ, ആർക്കെങ്കിലും അതിന് തയ്യാറാകാൻ പറ്റുമോ? ആരെങ്കിലും അതിന് സന്നദ്ധരാകുമോ എന്നുള്ളത് നാം ചിന്തിക്കേണ്ടുന്നൊരു കാര്യമാണ്. ഒരിക്കലും നമുക്കതിന് സാധ്യമല്ല. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ നരകമെന്താണ്? അല്പം ചൂടുവെള്ളം ശരീരത്തിലേക്ക് ഒഴിച്ച് കുളിക്കാൻ ശ്രമിക്കുമ്പോൾ പോലും നമുക്കറിയാം നമ്മുടെ ശരീരം ആ ചൂടുവെള്ളത്തെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഭയാനകമായൊരു സ്ഥിതിവിശേഷം നമ്മളിൽ ഉണ്ടാകുമെങ്കിൽ ഈ ദുനിയാവിലെ തീയേക്കാളും 69 ഇരട്ടി ശക്തി കൊടുത്ത് പടച്ച റബ്ബ് ആ രൂപത്തിൽ സംവിധാനിച്ച പരലോകത്തിൻ്റെ നരകത്തെക്കുറിച്ച്, ആ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷകളെക്കുറിച്ച്, ആ ചെറിയ ശിക്ഷയിൽ പ്രവാചകൻ എടുത്തു പറഞ്ഞത്, സഹോദരങ്ങളെ, അഗ്നിയാലുണ്ടാക്കപ്പെട്ട 2 വാറുകളുള്ള ചെരുപ്പാണ്. ആ ചെരുപ്പ് ധരിക്കുകയാണ് എങ്കിൽ പ്രവാചകൻ പറയുന്നു, യഗ്ലി മിൻഹുമാ ദിമാഗുഹു കമാ യഗ്ലിൽ മിർജൽ. അടുപ്പത്ത് കറിച്ചട്ടി വെച്ച് എന്നിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്നൊരു ശബ്ദമുണ്ടല്ലോ, ആ ശബ്ദത്തെ വെല്ലുന്ന രൂപത്തിൽ കാലിൽ ആ ചെരുപ്പ് ധരിച്ചാൽ അവൻ്റെ തലച്ചോറതാ തിളച്ചുമറിയുമെന്ന് പറഞ്ഞ ആ നരകത്തെക്കുറിച്ച് എന്താണ് സഹോദരങ്ങളെ നമ്മൾ പേടിക്കാത്തത്? സാധാരണ നമ്മൾ സിഗരറ്റിൻ്റെയൊക്കെ പരസ്യത്തിൽ കാണുന്നത് പോലെ സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് എല്ലാവരും വായിക്കും. പക്ഷേ അതാരും മൈൻഡ് ചെയ്യാറില്ല. അത് വായിച്ചിട്ട് തന്നെയാണ് എല്ലാവരും അത് വലിക്കുന്നത്. എന്നതുപോലെ സ്വർഗമെന്ന് കേട്ടാൽ, നരകമെന്ന് കേട്ടാൽ കേവലം ചില പരസ്യവാചകങ്ങളെപ്പോലെ മാത്രമാണോ നമ്മളതിനെ കാണുന്നത് എങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ പരലോകത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞതെന്താണ്? 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിലൂടെ അല്ലാഹു പറഞ്ഞതെന്താണ്? യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം, മര്യാദയ്ക്ക് ജീവിക്കണം. കണ്ണിനെ സൂക്ഷിക്കണം, കാതിനെ സൂക്ഷിക്കണം, നാവിനെ സൂക്ഷിക്കണം. നിങ്ങളുടെ ചിന്തകളെയെല്ലാം നിങ്ങൾ കെട്ടിയിടണം. വഖ്ശൗ യൗമാ, ഒരു ദിവസം നിങ്ങൾക്ക് വരാനുണ്ട്. ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാമോ?
അതേ ലാ യജ്സി വാലിദുൻ, ഒരു പിതാവിനും തൻ്റെ പുത്രനെ സംരക്ഷിക്കാനോ തൻ്റെ സന്താനത്തിന് യാതൊരു സപ്പോർട്ടും കൊടുക്കാനോ പറ്റാത്തൊരു ദിവസമാണ്. വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ശൈആ, ഒരു സന്താനത്തിന് തനിക്ക് ജന്മം നൽകിയ മാതാപിതാക്കൾ ഈ ഭൂമുഖത്തേക്ക് കടന്നു വരാൻ 9 മാസം തനിക്ക് വയറ് സമ്മാനിച്ച, തനിക്ക് അമ്മിഞ്ഞപ്പാൽ നുകർന്നു തന്ന തൻ്റെ മാതാവിന് തൻ്റെ ഉമ്മയെ സംരക്ഷിക്കാൻ, തൻ്റെ ഉമ്മയ്ക്ക് വേണ്ടി വക്കാലത്ത് പിടിക്കാൻ, തൻ്റെ പിതാവിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പരിഗണന കൊടുക്കാൻ പറ്റാത്ത ആ ദിവസത്തെക്കുറിച്ച് നിങ്ങൾ ഭയപ്പെടണമെന്ന് ഖുർആൻ നമ്മളോട് പറയുകയാണ്. എന്നു മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരികയാണ്, ഇന്ന വഅദല്ലാഹി ഹഖ്, റബ്ബിൻ്റെ പ്രോമിസ് ഉണ്ടല്ലോ, അത് മറ്റുള്ളവർ നടത്തുന്ന വാഗ്ദാനം പോലെയല്ല, അത് സത്യസന്ധമാണ്, ഹഖാണ്, വാസ്തവമാണ്, അത് ഫാക്റ്റാണ്. അതുകൊണ്ട് ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ, ഭൗതിക ജീവിതം നിങ്ങളെ വഞ്ചിച്ചു കളയരുത്. ആരെങ്കിലും എന്തെങ്കിലും പുതിയ പ്രത്യയശാസ്ത്രങ്ങളുമായി കടന്നു വരുമ്പോൾ അതിൻ്റെ പിന്നാലെ നിങ്ങൾ പോകാൻ പാടില്ല. അതല്ലെങ്കിൽ ഭൗതിക ജീവിതത്തിൻ്റെ ഈ പളപളപ്പുകൾ കണ്ടിട്ട് ഇതാണ് ലോകം, ഇതിനപ്പുറം ഒരു ലോകമില്ല എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. വലാ യഗുറന്നകും ബില്ലാഹിൽ ഖറൂർ, പരമവഞ്ചകനായ പിശാച് നിങ്ങളെ വഴിതെറ്റിക്കാൻ കാത്തിരിക്കുകയാണ്. നേരായ പാതയുടെ മുന്നിൽ ആ പിശാച് വന്നിരുന്നു കൊണ്ട് നിങ്ങളെ തെറ്റിക്കാൻ ശ്രമിക്കുന്ന ആ പിശാചുണ്ടല്ലോ, ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണെന്ന് ഖുർആനിൽ പലതവണ നമ്മോട് പറഞ്ഞ ആ പരമവഞ്ചകനായ ആ ദ്രോഹിയായ പിശാചിനെ നിങ്ങൾ കരുതിയിരിക്കണം, ജാഗ്രത പാലിക്കണം. സഹോദരങ്ങളെ, നമ്മൾ എത്ര കണ്ട് ജാഗ്രത പാലിക്കുന്നു എന്നുള്ളത് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടുന്നൊരു കാര്യം തന്നെയാണ്. നാളെ റബ്ബിൻ്റെ കോടതിയിൽ നമ്മളെ പടച്ച റബ്ബ് ഒരുമിച്ച് നിർത്തുന്നൊരു സാഹചര്യം വരാനുണ്ട്. ആ സാഹചര്യത്തെക്കുറിച്ച് റസൂലുള്ള പറയുകയാണ്, ഭയാശങ്കകളോടെ മുന്നിലേക്ക് നോക്കുമ്പോൾ നരകമാണ്, പിന്നിലേക്ക് നോക്കുമ്പോൾ നരകമാണ്, വലതു ഭാഗത്തും ഇടതു ഭാഗത്തുമൊക്കെ നോക്കുമ്പോൾ താൻ മുൻകൂട്ടി ചെയ്തു വെച്ച ആ കർമ്മഫലങ്ങൾ ഇനി താനിതാ അനുഭവിക്കാൻ പോവുകയാണെന്ന ബോധം മാത്രമാണ്. അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ്, ഇത്തഖുന്നാർ, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണേ, വലൗ ബിശിഖ്ഖി തംറ, ഒരു കാരക്കയുടെ ചീള് കൊണ്ടെങ്കിലും അത് ദാനം കൊടുത്തിട്ടെങ്കിലും നിങ്ങൾ പരലോകത്തെ നരകശിക്ഷയിൽ നിന്നും രക്ഷപ്പെടണം എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ ലോകത്തിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കുടുംബത്തോട് പോലും അവിടുന്ന് ഇത് പറഞ്ഞിട്ടുണ്ട്. അല്ലയോ യാ മഅ്ശറ ഖുറൈശ്, അല്ലയോ ഖുറൈശ് സമൂഹമേ, നിങ്ങൾ നിങ്ങളെ സംരക്ഷിക്കണം. അൻഖിദൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ സംരക്ഷിക്കണം. ഒരു പ്രവാചകന്റെ കുടുംബമാണെന്ന് പറഞ്ഞുകൊണ്ട് പരലോകത്ത് എനിക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകമായ ആനുകൂല്യം നേടിത്തരാൻ കഴിയുന്നതല്ല. യാ സഫിയ ബിൻത് അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മകൾ സഫിയ, എൻ്റെ പ്രിയപ്പെട്ട അമ്മായി, നിങ്ങൾ പരലോകത്ത് വരുന്നതാണ്. പക്ഷേ മുഹമ്മദിൻ്റെ അമ്മായിയാണെന്നുള്ള ഒരു പരിഗണനയും പരലോകത്തുണ്ടാവുകയല്ല. യാ ഫാത്തിമ ബിൻത് മുഹമ്മദ്, എൻ്റെ കരളിൻ്റെ കഷ്ടമായ മോളെ ഫാത്തിമ, ഈ പിതാവിൻ്റെ മകളായി പിറന്നതിൻ്റെ പേരിൽ പരലോകത്ത് വിചാരണക്കെടുക്കാതെ നിന്നെ അങ്ങ് റബ്ബ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന മിഥ്യാധാരണ വേണ്ട മോളെ. അൻഖിദീ നഫ്സികി മിനന്നാർ, നീയും നിന്റെ ശരീരത്തെ പരലോകത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തണം മോളെ. സലീമിൻ മാലി, എനിക്ക് സമ്പത്തുണ്ടെങ്കിൽ ഞാൻ നിനക്ക് തരാം, എനിക്കൊരു മടിയുമില്ല. പക്ഷേ പരലോകം അത് നിനക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ലോകത്തിൻ്റെ പ്രവാചകൻ പലതവണ ഇത് ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ്, നിങ്ങളിൽ പലരും മോഷ്ടാക്കളായിരിക്കും, പരലോകത്താ മോഷ്ടിച്ച മുതലുമായിട്ട് വരും. എന്നെ കാണുമ്പോൾ നിങ്ങൾ നീട്ടി വിളിക്കും, പക്ഷേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഞാനിവിടെ നിസ്സഹായനാണ് എന്ന് ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ നിസ്സഹായത ബോധ്യപ്പെടുത്തുന്നതാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ പരലോകത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ പരലോകം നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ ചില ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക്, ആ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക്
കടന്നു വരേണ്ടതില്ലേ, ഉന്നയിക്കേണ്ടതില്ലേ? അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഞാനെങ്ങനെ രക്ഷപ്പെടുമെന്നാണ്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ജീവിതത്തിൻ്റെ ഏറിയ പങ്കും ഭർത്താക്കന്മാർക്കും മക്കൾക്കും വേണ്ടി അടുക്കളകളിൽ തളച്ചിടപ്പെട്ട ജീവിതം പോലെ അവിടെ ചുറ്റിക്കറങ്ങി ജീവിക്കുന്ന നിങ്ങൾ, ആഹാരത്തിൻ്റെ ടേസ്റ്റ് കുറഞ്ഞാൽ വഴക്ക് കേൾക്കുമെന്ന് പേടിച്ചിട്ട് ടേസ്റ്റ് ഒട്ടും കുറയ്ക്കാതെ നിങ്ങൾ ഉണ്ടാക്കുന്ന നല്ല നല്ല ഭക്ഷണത്തിൻ്റെ അഭിപ്രായങ്ങൾ കേട്ടിട്ട് ജീവിതം അങ്ങനെ തള്ളി തീർക്കാനുള്ളതല്ല, എഴുതി തള്ളാനുള്ളതല്ല. മറിച്ച് ഓരോരുത്തരും സ്വന്തം ഖബറിൽ ഒറ്റയ്ക്കാണ്. ആ ബോധം നമുക്കുണ്ടാകണം. ഒറ്റയ്ക്കാണ് പ്രിയപ്പെട്ടവരെ. മഹാനായ അലി ബിൻ അബി ത്വാലിബ് എന്ന സ്വഹാബി കൂഫയിൽ അദ്ദേഹം കേന്ദ്രമാക്കി ഭരണം നടത്തുന്ന സന്ദർഭത്തിൽ, ആ കൂഫയുടെ തെരുവീതികളിലൂടെ നടക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം അതാ ഒരു ഖബറിൻ്റെ സമീപത്തുകൂടി അല്ലെങ്കിൽ ഖബറിസ്ഥാൻ്റെ സമീപത്തുകൂടി യാത്രയായപ്പോൾ തൻ്റെ കൂടെയുള്ള ആളുകൾക്ക് ഒരു സന്ദേശം നൽകുവാൻ, അവർക്കൊരു താക്കീത് നൽകുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിയ വിഖ്യാതമായ ഒരു സംസാരമുണ്ട്. അദ്ദേഹം പറയുകയാണ്, യാ അഹ്ലൽ ഖുബൂർ മൽ ഖബർ ഇൻദകും, അല്ലയോ ഖബറാളികളെ, നിങ്ങളുടെ വർത്തമാനം എന്താ, നിങ്ങളുടെ വിശേഷം എന്താ? ആ ഖബറാളികളിൽ നിന്ന് ഒരു പ്രതികരണവും പ്രതീക്ഷിക്കേണ്ടതില്ലെന്ന് അദ്ദേഹത്തിനും അറിയാം, നമുക്കും അറിയാം. ശേഷം അദ്ദേഹം പറയുക, ഇന്നൽ ഖബറ ഇൻദനാ, എന്നാൽ ഞങ്ങൾക്ക് ചില വിശേഷങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. എന്താണ് ആ വിശേഷണങ്ങളെന്നറിയുമോ? ഇന്ന അംവാലകും ഖദ് ഖുസിമത് വ ഇന്ന സൗജാതികും ഖദ് സുവ്വിജത് വ ഇന്ന ബുയൂതകും ഖദ് സുകിനത്. നിങ്ങൾ മരിച്ചു പോയപ്പോൾ നിങ്ങളുടെ സ്വത്തുക്കൾ ഉപേക്ഷിച്ചു പോയല്ലോ, ആ സ്വത്തുക്കൾ ഇതാ ഈ ദുനിയാവിൽ അതിൻ്റെ അവകാശികൾ വീതിച്ചു കൊണ്ടുപോയി. അതൊക്കെ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്, അവകാശികൾ കൊണ്ടുപോയിട്ടുണ്ട്. നിങ്ങൾ വന്നാൽ ഇവിടെ സ്വത്തൊന്നും തരാൻ ആരും തയ്യാറാവില്ല എന്നർത്ഥം. നിങ്ങൾ മരിച്ചു പോയപ്പോൾ നിങ്ങൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കി 4 മാസവും 10 ദിവസവും ഇദ്ദയിരുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട പത്നിയുണ്ടല്ലോ, ജീവിതത്തിൽ എനിക്കിനി എൻ്റെ ഇക്കയല്ലാത്ത മറ്റൊരാളെയും സങ്കല്പിക്കാൻ പറ്റില്ല എന്നൊക്കെ ആദ്യമൊക്കെ പറഞ്ഞ് വീട്ടുകാരുടെ മുന്നിൽ പിടിച്ചു നിന്ന ആ സ്ത്രീയുണ്ടല്ലോ, ഒടുവിൽ മറ്റൊരു കല്യാണത്തിന് വഴങ്ങേണ്ടി വന്നിട്ടുണ്ട്. മറ്റൊരുത്തൻ്റെ കൂടെ കിടക്ക പങ്കിടുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഉപേക്ഷിച്ച് പോയ നിങ്ങളുടെ വീടുണ്ടല്ലോ, ആ വീട്ടിൽ ഇതാ മറ്റുള്ളവർ വന്ന് താമസമാക്കിയിട്ടുണ്ട് എന്നാണ്. ആ വീടിന് വേറെ അവകാശികളുണ്ട്. ഞാൻ നമ്മുടെ ഈ സാഹചര്യത്തിലേക്ക് ഈ സംഭാഷണത്തെ ഒന്നിങ്ങനെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. വീടെന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. ഈ പ്രവാസ ലോകത്തേക്ക് കടന്നു വന്നതിൻ്റെ പ്രധാനപ്പെട്ട ചേതോവികാരം ഒരുപക്ഷേ നല്ലൊരു വീടൊക്കെ ഉണ്ടാക്കി സുഖമായി സ്വസ്ഥമായി ഭാര്യയും മക്കളെയും മാതാപിതാക്കളെയും ഒക്കെ പാർപ്പിക്കുക എന്നതൊക്കെയായിരിക്കാം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, അങ്ങനെ ഉണ്ടാക്കിയ വീടുകളെല്ലാം തന്നെ എത്രയോ പ്രവാസികളില്ലാതെ ആ വീടുകളിപ്പോൾ കഴിയുകയാണ്. അതാണ് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വ ഇന്ന ബുയൂതകും ഖദ് സുകിനത്, നിങ്ങളുടെ വീടുകളെല്ലാം മറ്റുള്ളവർ വന്ന് താമസമാക്കിയിട്ടുണ്ട്. തുമ്മ ബക, ശേഷം അദ്ദേഹം കരഞ്ഞുപോയി. ആ കരച്ചിലിനൊടുവിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, വല്ലാഹി വല്ലാഹി ലവിസ്തതഉ അൻ യുജാബു ലഖാലു. അദ്ദേഹം പറയുകയാണ്, അല്ലാഹുവാണ് എൻ്റെ സംസാരം കേട്ടിട്ട് ഈ സംസാരത്തിന് വല്ല പ്രതികരണവും നടത്താൻ, റിപ്ലൈ ചെയ്യാൻ ഈ കുഴിയിൽ കിടക്കുന്ന മനുഷ്യർക്ക് സാധിക്കുമായിരുന്നുവെങ്കിൽ ലഖാലു, അവർ പറയുമായിരുന്നു, ഇന്നാ വജദ്നാ അന്ന ഖൈറസ്സാദി തഖ്വാ, തീർച്ചയായും ഞങ്ങൾക്കിതാ ബോധ്യപ്പെട്ടിരിക്കുകയാണ്, ഞങ്ങളുടെ ഈ യാത്രയിൽ എണ്ണമറ്റ സ്വത്തുക്കളോ മറ്റുള്ള ഏതെങ്കിലും ഘടകങ്ങളോ ഞങ്ങൾക്ക് ആവശ്യമില്ല. ദുനിയാവിൽ ഞങ്ങൾ ചെയ്ത ആ അമലുകൾ, അതല്ലെങ്കിൽ തഖ്വയുള്ള ആ ജീവിതം മാത്രമാണ് ഈ യാത്രയ്ക്ക് വേണ്ടതെന്ന് ഞങ്ങൾക്കിതാ ബോധ്യമായെന്ന് അവർക്ക് പറയാൻ വല്ല നിവൃത്തിയും ഉണ്ടായിരുന്നെങ്കിൽ അവർ പറയുമായിരുന്നു എന്നാണ്. സഹോദരങ്ങളെ, പല പണ്ഡിതന്മാരും ഈ സംഭവം അവരുടെയൊക്കെ സംസാരത്തിലെടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെയൊക്കെ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ആ പരലോകം അത് നമുക്ക് വിജയിക്കണമെങ്കിൽ ഫമൻ സുഹ്സിയ അനിന്നാരി വ ഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്, ആ നരകത്തിൽ നിന്ന് ആരകറ്റപ്പെടുന്നുവോ, സ്വർഗത്തിൽ ആർക്കെങ്കിലും പ്രവേശനം നൽകപ്പെടുന്നുവോ, അവർ മാത്രമാണ് വിജയികൾ.
അവർ മാത്രമാണ് വിജയികൾ. ആ വിജയികളുടെ പട്ടികയിൽ നാം ഉൾപ്പെടണം സഹോദരങ്ങളെ. അതിനൊന്നാമത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ജീവിതത്തെ വിപുലീകരിക്കണം, തസ്കിയത്ത് കൊണ്ടുവരണം, തിന്മകളെ മാറ്റിവെക്കണം. പരമപ്രധാനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമുഖത്ത് നിയോഗിച്ച മുഴുവൻ പ്രവാചകന്മാരും തങ്ങളുടെ സമൂഹത്തോട് പറഞ്ഞ ഒന്നാമത്തെ കൽപ്പനയുണ്ട്. ആ കൽപ്പന ജീവിതത്തിൽ പകർത്തിക്കൊണ്ടാകണം. എന്താണ് ആ കൽപ്പന? യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലകും മിൻ ഇലാഹിൻ ഗൈറു അഫലാ തത്തഖൂൻ. എൻ്റെ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹനെ മാത്രം ആരാധിക്കണം, നിങ്ങൾക്കല്ലയല്ലാത്ത മറ്റൊരു ഇലാഹുമില്ല. നിങ്ങളെന്തേ സൂക്ഷ്മത പാലിക്കാത്തത്? 950 വർഷത്തോളം പ്രബോധനം നടത്തിയ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം ഖുർആനിൻ്റെ പല ഭാഗത്തുമുണ്ട്. ഒരധ്യായത്തിൻ്റെ പേരും അത് തന്നെയാണ്. ഖാല റബ്ബി ഇന്നി ദഅൗതു ഖൗമി ലൈലൻ വനഹാറാ വലം യസിദ്ഹും ദുആഇ ഇല്ലാ ഫിറാറാ വഇന്നി കുല്ലമാ ദഅൗതുഹും ലിതഗ്ഫിറ ലഹും ജഅലൂ അസാബിഅഹും ഫീ ആദാനിഹിം വസ്തഗ്ശൗ സിയാബഹും വഅസറു വസ്തക്ബറു ഇസ്തിക്ബാറാ. എൻ്റെ റബ്ബേ, ഞാൻ അവരുടെ മുന്നിലേക്ക് പകൽ സമയത്ത് ചെല്ലും, രാത്രി സമയത്ത് ചെല്ലും. ദഅൗതു ഖൗമി ലൈലൻ വനഹാറാ ഫലം യസിദ്ഹും ദുആഇ ഇല്ലാ ഫിറാറാ. ഞാൻ ക്ഷണിക്കുമ്പോഴൊക്കെയും അവരുടെ തിരിഞ്ഞുപോക്ക്, അവരുടെ ഓട്ടം വർദ്ധിക്കുകയല്ലാതെ മറ്റൊന്നുമില്ല റബ്ബേ. അതുകൊണ്ട് ഞാൻ അവരെ ദഅവത്ത് നടത്തുകയാണ് എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരായ പ്രവാചകന്മാർ മുഴുവനും സമൂഹത്തോട് ആദ്യം പറഞ്ഞത് തൗഹീദ് സ്വീകരിക്കാനാണ്. അള്ളാഹുവിനെ മാത്രം, അവനെ ഏകനാക്കിക്കൊണ്ട് ആരാധിക്കാനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹല്ലാത്ത ഒരു ഇലാഹില്ല. അത് മനസ്സിലാക്കി കൊടുത്തു ആദ്യം. നമ്മുടെ നാട്ടിലൊക്കെ പലരും വിചാരിച്ചിരിക്കുന്നത് ഇലാഹെന്ന് പറഞ്ഞാൽ വിഗ്രഹമെന്നാണ്. ഇലാഹെന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു വിഗ്രഹമാണ്, അതൊരു ബിംബമാണ്, അതല്ലെങ്കിൽ ആൾ ദൈവങ്ങളാണ്. ഇതൊക്കെയാണ് പലരും വിചാരിച്ചു വച്ചിരിക്കുന്നത്. സഹോദരങ്ങളെ നോക്കൂ, മനുഷ്യ ചരിത്രത്തിലെ ആദ്യത്തെ അപജയം സംഭവിച്ചത് നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിലാണ്. നിങ്ങൾക്കറിയുമോ, നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിലെ ജനങ്ങൾ ഒന്നാമതായി ശിർക്ക് ചെയ്ത ആദ്യത്തെ ജനതയാണ്. അതിനു മുമ്പുള്ള മനുഷ്യർക്ക് ശിർക്ക് എന്താണെന്നറിയില്ല. 10 തലമുറയോളം ജീവിച്ച മനുഷ്യർക്ക് ശിർക്ക് എന്താണെന്ന് അവർക്കറിയില്ല. തൗഹീദിൽ ജീവിച്ചവരാണ്. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടം വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ആകാശത്തിനൊരു ദൈവം, ഭൂമിക്കൊരു ദൈവം, ത്രിമൂർത്തികൾ എന്ന് പറയുന്ന എല്ലാത്തിനും ഓരോരോ ദൈവങ്ങളുണ്ട്. അങ്ങനെയാണോ ആ ആളുകൾ പിഴച്ചുപോയത് എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അതല്ല മുസ്ലിം പൊതുജനങ്ങൾ വിചാരിക്കുന്നത് അങ്ങനെയാണോ? ഒരിക്കലുമല്ല. അങ്ങനെ ആരും വിചാരിക്കണ്ട. വദ്, സുവാഅ്, യഗൂസ്, യഊഖ്, നസ്ർ എന്ന് പേരുള്ള നല്ല മനുഷ്യന്മാരായ മഹാന്മാരായ ആളുകൾ, ആ ആളുകളെ ഓർത്തുവെക്കാൻ വേണ്ടി മാത്രം ആദ്യം അവരുടെ ചിത്രങ്ങൾ ഉണ്ടാക്കി വഴിയോരങ്ങളിൽ സ്ഥാപിച്ചു. ആരാധിക്കാൻ വേണ്ടിയല്ല, പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ല. ഈ നല്ല മനുഷ്യന്മാർ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടെന്ന് വരും തലമുറകൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ചെയ്തൊരു കാര്യമാണ്. അതിനുശേഷം വന്ന തലമുറ, അവരാണ് ആ ശിർക്കിൻ്റെ പ്രചാരകർ. ആ ശിർക്കുമായി ബന്ധപ്പെട്ട് അതിലേക്ക് കടന്നവരവരാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മനുഷ്യ ചരിത്രത്തിലെ ഒന്നാമത്തെ ശിർക്ക് സംഭവിച്ചത് സൂര്യനെ ആരാധിക്കുന്ന ജനത പിറന്നതുകൊണ്ടല്ല, ചന്ദ്രനെ ആരാധിക്കുന്ന ജനത പിറന്നതുകൊണ്ടല്ല, മഹാന്മാരുടെ പേരിലാണ് ഒന്നാമത്തെ ശിർക്കുണ്ടായത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ നാട്ടിലൊക്കെ പല ആളുകളെക്കുറിച്ചും ഇല്ലാത്തതും അല്ലാത്തതുമൊക്കെ പൊലിപ്പിച്ച് പറയുമ്പോൾ ഷുഗർ വന്ന് പഴുത്ത കാലുമായിട്ട് വർഷങ്ങളോളം കഴിഞ്ഞ് മൂത്രമൊഴിക്കാൻ പോലും മര്യാദയ്ക്ക് മൂത്രമൊഴിക്കാൻ പറ്റാതെ നിന്ന നിപ്പിലൊക്കെ മൂത്രമൊഴിച്ചൊക്കെ അങ്ങനത്തെ രോഗത്തിൻ്റെ പല പീഡകളും ഏറ്റുവാങ്ങിയ ആളുകളെക്കുറിച്ച് ലോകം നിയന്ത്രിക്കുന്നവരാണെന്നൊക്കെ പറയുമ്പോൾ ഒരു വേള നമുക്ക് തമാശയായിട്ട് തോന്നും, ചിരി വരും. പക്ഷേ മനസ്സിലാക്കണം, അത് വിശ്വസിക്കാനും നമ്മുടെ നാട്ടിൽ ആളുകളുണ്ട് എന്നുള്ളതാണ്. ഫ്ലൈറ്റ് നിയന്ത്രിക്കുന്ന ആളാണെന്ന് പറഞ്ഞാലും വിശ്വസിക്കാൻ ആളുണ്ട് സഹോദരങ്ങളെ. നോക്കൂ, നിങ്ങൾ ട്രെയിൻ പിടിച്ചു നിർത്തുമെന്ന് പറഞ്ഞാൽ അതും വിശ്വസിക്കാൻ ആളുകളുണ്ട് സഹോദരങ്ങളെ. നോക്കൂ, നിങ്ങൾ
കുട്ടികളില്ലാത്ത രൂപത്തിൽ ജീവിച്ചു വരുന്ന സഹോദരിക്ക് കഴിച്ച ചിക്കൻ കാലിൻ്റെ അതിൻ്റെ എല്ലും കഷ്ണം കൊടുത്തപ്പോൾ ഗർഭമുണ്ടായെന്ന് പറയുമ്പോൾ അതും വിശ്വസിക്കുവാൻ ആളുകളുണ്ട്. സഹോദരങ്ങളെ, നോക്കൂ നിങ്ങൾ, നമ്മുടെ നാട്ടിലുള്ള ആളുകളും ഇതുപോലെ മഹാന്മാരുടെ പേരിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ ശിർക്കെന്ന് പറയുന്ന ആ മാരകമായ ഗുരുതരമായ തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പലർക്കും ശിർക്കെന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും അറിയില്ല എന്നുള്ളതാണ്. എന്താണെന്ന് പോലും അതിനൊരു ഗൗരവമില്ല. വ്യഭിചാരമെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും വളരെ ഗൗരവത്തോടു കൂടി കാണും, അല്ലേ? ഇന്നയാൾ അവിഹിത ബന്ധം അയാൾക്കുണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗൗരവമാണ് എല്ലാവർക്കും. ആള് നമ്മൾ കാണുന്നത് പോലല്ല, ആള് മദ്യപിക്കാറുണ്ട്, എന്തൊരു ഗൗരവമാണ് നമുക്ക്. നിങ്ങൾക്കറിയോ, ആള് പലിശയ്ക്ക് വാങ്ങുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്, നമ്മളതിന് ഭയങ്കര ഗൗരവം കൊടുക്കും. ശരിയാണ്. ആള് ശിർക്ക് ചെയ്യുന്നുണ്ട്, എന്ത് ഗൗരവം. ആള് ശിർക്ക് ചെയ്യുന്നുണ്ട്. ഇന്ന ശിർക ലദുൽമുൻ അദീം. ശിർക്കെന്ന് പറഞ്ഞാൽ ഏറ്റവും ഗുരുതരമായ പാപമാണ്. എൻ്റെ പൊന്നുമോനെ, നീ ശിർക്ക് ചെയ്യരുത്, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. ലാ തുശ്രികു ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം. ശിർക്കെന്ന് പറഞ്ഞാൽ വ്യഭിചാരത്തെക്കാൾ കഠിനമാണ്, മോഷണത്തെക്കാൾ കഠിനമാണ്, മറ്റുള്ള ഏതു തിന്മകളെക്കാളും കഠിനമാണ്. പക്ഷേ ഏതെങ്കിലും പള്ളിയിൽ പോയി അവിടെ അടങ്ങിയിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഔലിയാക്കന്മാരെന്നൊക്കെ വിളിക്കപ്പെടുന്ന മഹാന്മാരോട് പ്രാർത്ഥിക്കുന്ന ആളുകളെ കണ്ടാൽ നമുക്ക് യാതൊരു കുലുക്കവുമില്ല. അത് അവരുടെ പാടായി എന്ന ചിന്താഗതികളാണ്. അതൊരിക്കലും നല്ലതല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ആ ശിർക്കിൻ്റെ പരിണിത ഫലങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കണം, ശിർക്ക് ചെയ്യുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഐഹിക ജീവിതത്തിൽ നഷ്ടമാണ്. ഐഹിക ജീവിതത്തിൽ അവർക്ക് നഷ്ടമാണ് സഹോദരങ്ങളെ വരാനുള്ളത്. ആയത്തുകളെമ്പാടും പറയാനുണ്ട്. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. രണ്ടാമത് മനസ്സിലാക്കണം, നമ്മുടെ മനഃശാന്തി നഷ്ടപ്പെടുകയാണ്. അതുവരെയും പടച്ച റബ്ബിൽ മാത്രം തവക്കുൽ ചെയ്ത് ജീവിച്ചൊരു വ്യക്തി ശിർക്ക് ചെയ്യുന്നതോടുകൂടി അയാൾക്കത് മതിയാകാതെ വരും. പിന്നീട് അടുത്ത ജാറത്തിലേക്ക് പോകും, പിന്നീട് അടുത്ത മക്ബറയിലേക്ക് പോകും, പിന്നെ അടുത്ത ദർഗയിലേക്ക് പോകും. പലരും ഇങ്ങനെ പലതും പറഞ്ഞു കൊടുക്കും. അവിടെ പോയാൽ നല്ല റിസൾട്ട് കിട്ടും, ഇന്നടത്ത് പോയി ഇന്നത് കാണിക്കയായിട്ട് അർപ്പിച്ചാൽ അവിടെ നിന്ന് റിസൾട്ട് കിട്ടിയ ആളുകളുണ്ട്. ഉള്ള മനസമാധാനവും മനഃശാന്തിയും നഷ്ടപ്പെടുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഏതുപോലെ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, അങ്ങനെ ശിർക്ക് ചെയ്തു പോയ വ്യക്തികൾ ആകാശത്ത് നിന്ന് പിടിവീണതുപോലെയാണ് എന്നാണ്. പക്ഷികൾ അവനെ റാഞ്ചിക്കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ കാറ്റവനെ വിദൂര സ്ഥലത്തേക്ക് കൊണ്ടുപോയി തള്ളുന്നു എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളെക്കുറിച്ച് വിശേഷിപ്പിച്ചത്. എങ്കിൽ പരിശുദ്ധ ഖുർആൻ തന്നെ പറയുകയാണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ടവരായ ആളുകൾ അവരാണ് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ലോകത്തിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഏറ്റവും മോശപ്പെട്ടവരായ ജനങ്ങൾ ഒന്ന് ആഖിർ സമാനിൽ ജീവിക്കുന്ന ആളുകളാണ്, രണ്ട് ഖബറുകളെ പള്ളികളാക്കുന്ന ആരാധനാലയങ്ങളാക്കുന്ന ആളുകളാണെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, അതുപോലെ നമ്മുടെ കർമ്മങ്ങളെല്ലാം നിഷ്ഫലമായി തീരുന്നതാണ്. വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. തീർച്ചയായും ഓ നബിയെ, നിങ്ങൾക്ക് മുമ്പ് കടന്നു വന്ന സർവ്വപ്രവാചകന്മാർക്കും നൽകപ്പെട്ടിട്ടുള്ള സന്ദേശം എന്താണെന്നറിയുമോ? നിങ്ങളെങ്ങാനും പങ്കാളിയെ സ്വീകരിക്കുന്ന പക്ഷം നിങ്ങളുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകുമെന്ന സന്ദേശമാണ്. അതാണ് നാം പ്രഥമമായി എല്ലാ പ്രവാചകന്മാർക്കും നൽകിയ സന്ദേശം. അതുപോലെ സഹോദരങ്ങളെ, ഖബർ ശിക്ഷ ലഭിക്കുമെന്ന കാര്യത്തിൽ ഒരു സന്ദേഹവും വേണ്ട. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, ബനൂ നജ്ജാർ ഗോത്രക്കാരുടെ ഒരു തോട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഒരു കോവർ കഴുതയുടെ പുറത്തായിരിക്കെ സ്വഹാബികളിൽ ചിലർ തിരുമേനിയോടൊപ്പം ഉണ്ടായിരുന്ന ആ സന്ദർഭത്തിൽ കഴുത വഴിമാറി വിരണ്ടോടുകയും തിരുമേനിയെ പുറത്തു നിന്നത് തെള്ളിയിടാൻ പാകത്തിൽ ഇങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്തപ്പോൾ അവിടെ ഏതാനും ഖബറുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. പ്രവാചകൻ ചോദിച്ചു, ഈ ഖബറുകളിലുള്ളവരെ ആരറിയും എന്ന് ചോദിച്ചപ്പോൾ കൂട്ടത്തിലൊരാൾ പറഞ്ഞു, ഞാൻ അറിയും നബിയെ. റസൂലുള്ള ചോദിച്ചു, എപ്പോഴാണ് അവർ മരണപ്പെട്ടത്? അയാൾ പറഞ്ഞു, ശിർക്കിലായിരിക്കുകയാണ്
ഇവർ മരണപ്പെട്ടത്. ലോകത്തിൻ്റെ പ്രവാചകൻ പറയുകയാണ്, നിശ്ചയം ഈ സമുദായം തങ്ങളുടെ ഖബറുകളിൽ പരീക്ഷിക്കപ്പെടും. നിങ്ങൾ അന്യോന്യം മറമാടുകയില്ലെന്ന് ഭയന്നില്ലായിരുന്നുവെങ്കിൽ ഖബറിൽ നിന്ന് ഞാൻ കേൾക്കുന്ന ശിക്ഷ നിങ്ങൾക്ക് കൂടി കേൾപ്പിക്കുവാൻ ഞാൻ അള്ളാഹുവോട് ദുആ ചെയ്യുമായിരുന്നു. കാര്യം വളരെ വ്യക്തമാണ്. ശിർക്ക് ചെയ്യുന്ന ഈ ആളുകൾ, ചെയ്തു മരിച്ചുപോയ ആളുകൾ ഇപ്പോൾ ഖബറിൽ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെക്കുകയാണ്. സഹോദരങ്ങളെ, സ്വർഗം നിഷിദ്ധമല്ലേ? ആ സ്വർഗത്തിലേക്ക് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ കടക്കാമെന്നൊരു വ്യാമോഹവും അള്ളാഹുവിൽ പങ്കുചേർത്ത, പടച്ചറബല്ലാത്തവരെ നാവുകൊണ്ട് വിളിച്ച, മനസ്സുകൊണ്ട് അംഗീകരിച്ച, ഏലസുകളൊക്കെ കെട്ടി അങ്ങനെ തവക്കുൽ അള്ളാഹു അല്ലാത്ത വസ്തുക്കളിലേക്ക് മാറ്റിയ, നേർച്ച വഴിപാടുകൾ പടച്ചറബല്ലാത്തവരിലേക്ക് അർപ്പിച്ച, സത്യം ചെയ്യുന്നത് പോലും റബ്ബല്ലാത്തവരിലേക്ക് തിരിച്ചുവിട്ട, അത്തരത്തിൽ ശിർക്ക് ചെയ്ത ആളുകൾ, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ച ആളുകൾ, ആ ആളുകൾക്ക് സ്വർഗം നിഷിദ്ധമാണ്. സ്വർഗം നിഷിദ്ധമാണ്. ഇന്നഹു മൻ യുശ്രികു ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ. ആരെങ്കിലും അള്ളാഹുവിനോട് പങ്കുചേർക്കുന്ന പക്ഷം അവൻ അള്ളാഹു സ്വർഗം നിഷിദ്ധമാക്കുന്നതാണ്. എന്നു മാത്രമല്ല, നരകം അവൻ്റെ വാസസ്ഥലമായിരിക്കും. എല്ലാ കാലഘട്ടത്തിലും ആ നരകത്തിൽ കിടന്നു വെന്തിരിയേണ്ടി വരുമെന്നാണ്. സഹോദരങ്ങളെ, ലോകത്തിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുകയാണ്. പ്രവാചക തിരുമേനി പറഞ്ഞു, മൻ ലഖിയല്ലാഹ ലാ യുശ്രികു ബിഹി ശൈആ ദഖലൽ ജന്ന. അല്ലാഹുവിൽ പങ്കു ചേർക്കാതെ ആരെങ്കിലും മരിക്കുന്ന പക്ഷം അവന് സ്വർഗത്തിൽ കടക്കാവുന്നതാണ്. പടച്ചറബ് കരുണ ചൊരിഞ്ഞാൽ സ്വർഗത്തിൽ കടക്കാം, യാതൊരു സംശയവുമില്ല. ഇനി നോക്കൂ നിങ്ങൾ, ആ ശിർക്കിലേക്ക് കടന്നുപോയാൽ നരകം നമുക്കനന്തരമാണ്, ശാശ്വതമായ നരകമാണ്. മൻമാത്ത യുശ്രികു ബില്ലാഹി ശൈആ ദഖലന്നാർ. അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടാണ് ആരെങ്കിലും മരിച്ചു പോകുന്നതെങ്കിൽ ദഖലന്നാർ, നരകത്തിലേക്ക് അവൻ കടക്കുന്നതാണ്, കടന്നു ചെല്ലുന്നതാണ്. എന്ന് മാത്രമല്ല, ആരോടൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? മുഹൈദ്ദീൻ ഷേഖിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഈസാ നബിയോട് തേടിയിട്ടുണ്ടോ? റിഫായി തങ്ങളോട് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടോ? മമ്പുറത്തെ തങ്ങളോടോ അതല്ലെങ്കിൽ ഏതെങ്കിലും മഹാന്മാരെന്നൊക്കെ നമ്മൾ പേരിട്ട് വിളിക്കുന്ന ആരോടെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ, യാചിച്ചിട്ടുണ്ടോ? അവരെല്ലാം നാളെ പരലോകത്ത് വരും, സംശയമില്ല. പരലോകത്ത് വന്നിട്ട് പടച്ച റബ്ബിൻ്റെ മുന്നിൽ ലേത്തമിട്ടുകൊണ്ട് പറയും, എൻ്റെ റബ്ബേ, ഞങ്ങളാരും ജീവിതത്തിൽ ഞങ്ങളോട് തേടണമെന്ന് പറഞ്ഞിട്ടില്ല, ഞങ്ങളോട് അർത്ഥിക്കണമെന്ന് ഞങ്ങളാരും അവരെ ഉപദേശിച്ചിട്ടില്ല. ഞങ്ങളുടെയൊക്കെ മരണത്തിന് ശേഷം നടമാടപ്പെട്ട ഇത്തരം ചിന്താധാരകൾ, അത്തരത്തിലുള്ള വ്യതിയാനങ്ങളുടെ പേരിൽ ഞങ്ങളെ നീ ശിക്ഷിക്കല്ലേ, ഞങ്ങളെ നീ അപമാനിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ കൈകഴുകുമെന്ന് സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും. നിങ്ങൾ ഈ ചെയ്ത ശിർക്ക് പരലോകത്ത് ഈ ആരോടാണോ തേടിയത്, ആരോടാണോ നിങ്ങൾ അല്ലാഹു അല്ലാത്ത ആളുകളിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ ആഗ്രഹങ്ങളും സമർപ്പിച്ചത്, അവർ വന്നിട്ട് കൈകഴുകുന്നതാണ്. അവർ വന്നിട്ട് റബ്ബിനോട് തങ്ങളുടെ നിരപരാധിത്യം ബോധ്യപ്പെടുത്തുന്നതാണ്. സഹോദരങ്ങളെ, വൈദാ ഹുശിറന്നാസു കാനൂ ലഹും അഅദാഅ വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ. ജനങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന പരലോക നാളിൽ ഇവരെല്ലാം ശത്രുക്കളായി മാറുന്നതാണ്. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിലൂടെ, സൂറത്തുൽ അഹ്സാബിലൂടെ അനുയായികളെ തള്ളുന്ന ആളുകൾ പരലോകത്ത് അവരുടെ സംസാരങ്ങളെക്കുറിച്ച് ഖുർആൻ സവിസ്തരം പറഞ്ഞതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. നാളെ പരലോകത്ത് ഒരു വിശ്വാസി ഏറ്റവും കൂടുതൽ കൊതിക്കുന്നത് എന്താ? അള്ളാഹിൻ്റെ റസൂലിൻ്റെ ശഫാഅത്താണ്. ആ ശഫാഅത്തുൽ കുബ്രയാണ്. മഹ്ശറിൻ്റെ ആ ലോകത്ത് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല സൂര്യന് ഒരു ജാനുയരത്തിൽ കൊണ്ടുവന്ന് നിർത്തി മനുഷ്യർ അവർ ചെയ്ത തെറ്റുകൾക്കനുസൃതമായി വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന സമയത്ത് നോക്കൂ സഹോദരങ്ങളെ, വർഷങ്ങളോളം 70,000 വർഷത്തോളമൊക്കെ പരലോകത്തെങ്ങനെ വിചാരണക്കെടുക്കാതെ കാത്തുകെട്ടിക്കിടക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ മാത്രമാണ് രക്ഷ.
ലോകത്തിൻ്റെ പ്രവാചകനാണ് നമുക്ക് വേണ്ടി അന്ന് ശുപാർശ ചെയ്യുന്നത്. യൗമ യദ്ഉ ആദമു വ അംബിയാ നഫ്സി 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 നഫ്സിയാ. ആദം നബി അലൈഹിസ്സലാം മുതൽക്കുള്ള പ്രവാചകന്മാരെല്ലാവരും തങ്ങളുടെ ജീവിതത്തിലെങ്ങാനും അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, തങ്ങളുടെ തടി രക്ഷപ്പെടുത്താൻ അവർ കിണഞ്ഞ് പരിശ്രമിക്കുന്ന സമയത്ത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ അവർ പരിഗണിക്കുന്നതല്ല. ആ സന്ദർഭത്തിൽ ലോകത്തിൻ്റെ പ്രവാചകൻ റബ്ബിൻ്റെ മുന്നിൽ സുജൂദിൽ വീഴുകയാണ്. അള്ളാഹ് നിശ്ചയിച്ച കാലമത്രയും സുജൂദിൽ വീണ് സുജൂദിൽ നിന്ന് എണീക്കാൻ ആവശ്യപ്പെടുമ്പോൾ ലോകത്തിൻ്റെ പ്രവാചകൻ സുജൂദിൽ നിന്ന് എണീറ്റ് വിശ്വാസികൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നൊരു രംഗമുണ്ട്. ആ ശുപാർശയുടെ പരിസരത്തേക്ക് പോലും നമുക്ക് സഹോദരങ്ങളെ പരിഗണന കിട്ടുകയില്ല. നമ്മൾ അതിന് യോഗ്യരല്ല എന്നാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, ഇൻഷാ അല്ലാഹു മൻ മാത മിൻ ഉമ്മത്തി ലാ യുശ്രികു ബില്ലാഹി ശൈആ. അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ മരിച്ചുപോയ ആളുകൾക്ക് എൻ്റെ ശുപാർശ ലഭിക്കുമെന്ന് പ്രവാചകൻ പറയുമ്പോൾ ആ ശുപാർശയുടെ ഒരറ്റത്തു പോലും നിൽക്കാനുള്ള യോഗ്യത നമുക്കില്ലാതായി പോകുമെന്നാണ് സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടത്. മാത്രവുമല്ല, ആ ശിർക്ക് മുഖേന മരിച്ചു പോയാൽ പരലോകത്ത് അല്ലാഹു നമുക്ക് പുറത്തു തരികയില്ല എന്നുള്ളത് വ്യക്തമല്ലേ? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് എന്താണ്? മനുഷ്യപുത്ര, ആകാശവിശാലതയോളം നിന്റെ പാപങ്ങൾ എത്തിച്ചേർന്നാലും നീ എന്നോട് പശ്ചാത്തപിക്കുകയും ചെയ്താൽ ഞാൻ നിനക്ക് പുറത്തു തരും. മനുഷ്യപുത്ര, തീരെ ശിർക്ക് ചെയ്യാത്ത നിലയിൽ ഭൂമി നിറയുമാറ് പാപവുമായി നീ എൻ്റെ അടുത്ത് വരികയാണെങ്കിൽ അത്ര തന്നെ പാപമോചനവുമായി ഞാൻ നിന്നെ സമീപിക്കുമെന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. ഇവിടെ ഒരു ക്ലോസ് വെച്ചിട്ടുണ്ട്, ഒരു ഷർത്ത് വെച്ചിട്ടുണ്ട്. നീ ആകാശം മുട്ടെ പാപം ചെയ്താലും ഞാൻ പുറത്തു തരാം. പക്ഷേ ഒരു കാര്യമുണ്ട്, അള്ളാഹു പറയുകയാണ് ശിർക്ക് ചെയ്യാതെ കടന്നു വരണമെന്നാണ്. നിസ്സാരമാണ് സഹോദരങ്ങളെ ശിർക്ക് ചെയ്യാതെ ജീവിക്കാന്നുള്ളത്. അല്പം പരീക്ഷണങ്ങൾ ഉണ്ടാവും, അതൊക്കെ സഹിച്ച് ക്ഷമിച്ച് നല്ല മനുഷ്യനായി ജീവിച്ച് തൗഹീദോടുകൂടി അങ്ങനെ അങ്ങ് ജീവിച്ചു പോകാൻ നമുക്ക് സാധിക്കുന്നതാണ്. പക്ഷേ പിശാച് വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഉമ്മത്തിനെ. ഏതുവരെ? റബ്ബിൻ്റെ ശാപമുണ്ടാകും, പരലോകത്ത് നിന്ദ്യതയുണ്ടാകും സഹോദരങ്ങളെ. എന്നു വേണ്ട, അല്ലാഹു സുബ്ഹാനഹു വ തആല ശാശ്വതമായി നരകത്തിലേക്ക് നമ്മളെ കൊണ്ട് തള്ളുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തൗഹീദോടുകൂടി ജീവിക്കണം. പ്രാർത്ഥന റബ്ബിനോട് മാത്രമാർക്കണം. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി ശൈആ. ജീവിതത്തിൽ പ്രതിസന്ധികൾ മല പോലെ കടന്നു വന്നാലും പർവ്വത സമാനമായിട്ടുള്ള പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ എൻ്റെ മുന്നിലേക്ക് ഇരച്ചു വന്നാലും ഞാൻ എൻ്റെ റബ്ബിനെ വിട്ടുകൊണ്ട് മറ്റൊരു ശക്തിയിലേക്ക്, വ്യക്തിയിലേക്ക് പോവുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. നാട്ടിൽ കണക്കാക്കാൻ പറ്റാത്തിടത്തോളം ജാറങ്ങളുണ്ട്, ജാറ വ്യവസായങ്ങളുണ്ട്. അതവിടെ അങ്ങനെ പൊടിപൊടിക്കുന്നുണ്ട്. പക്ഷേ നമുക്കവിടെ ഒരു സ്ഥാനമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ. ആ രൂപത്തിൽ നമ്മൾ ജീവിച്ചു മരിക്കുകയാണെങ്കിൽ തീർച്ചയായും പടച്ച റബ്ബ് നമുക്ക് എല്ലാ നിലയ്ക്കുമുള്ള സൗഭാഗ്യം തരും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുമാത്രമല്ല, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ടത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ നമ്മൾ സ്വീകരിക്കണം. പ്രവാചകനെ നമ്മൾ അനുധാവനം ചെയ്യണം. وأطيعوا الرسول فإن توليتم فإنما على رسولنا البلاغ المبين الله لا إله إلا هو وعلى الله فليتوكل المؤمنون. സൂറത്തു തഗാബുനിൽ അള്ളാഹു പറയുകയാണ്, നിങ്ങൾ അള്ളാഹിനെ അനുസരിക്കണം, റസൂലിനെ നിങ്ങൾ അനുസരിക്കണം. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആശ്വാസത്തിന് വേണ്ടി അള്ളാഹ് പറഞ്ഞു കൊടുക്കുകയാണോ, നബിയെ, ഇനി നിങ്ങളെ അനുസരിക്കാതെ അവർ പോയി കഴിഞ്ഞാൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾ ഈ ഉത്ബോധനം അവർക്ക് എത്തിച്ചു കൊടുക്കേണ്ടുന്ന ബാധ്യത മാത്രമേ നിങ്ങൾക്കുള്ളൂ. ബാക്കിയൊക്കെ റബ്ബിൻ്റെ കരങ്ങളിലാണ്. അള്ളാഹു അവനല്ലാത്ത ആരാധ്യൻ വേറെയില്ല. അതുകൊണ്ട് വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികളെ നിങ്ങൾ റബ്ബിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ജീവിച്ചോളൂ എന്ന് അല്ലാഹു നമ്മോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ റസൂലിനെ നമ്മൾ അനുസരിക്കണം. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ പ്രവാചക സ്നേഹത്തിൻ്റെ പേരിൽ പലതരത്തിലുള്ള അഴിഞ്ഞാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
അള്ളാഹുവിൻ്റെ റസൂല് ഹറാമാക്കിയ, പരിശുദ്ധ ഖുർആനിലൂടെ ഹറാമെന്ന് പറഞ്ഞ നിഷിദ്ധമായ പല കാര്യങ്ങളെ കൊണ്ടും പ്രവാചക സ്നേഹത്തിൻ്റെ മറ പിടിച്ചുകൊണ്ട് DJ പാട്ടുകളും ഡാൻസുകളും കൂത്തുകളുമൊക്കെയായിട്ട് പ്രവാചക സ്നേഹം പൊടിപൊടിക്കുകയാണ്. നോക്കൂ, പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് പോലും ഈ ഖൗം മനസ്സിലാക്കുന്നില്ല. ലതത്തബിഅന്ന സനന മൻ കാന ഖബലകും ശിബ്റൻ ബിശിബ്രിൻ ദിറാഅൻ ബിദിറാഇൻ ഹത്താ ലൗ ദഖലൂ ജുഹ്റ റബ്ബിൻ ലതബിഅതുമു. ചാണിന് ചാണായി മുഴത്തിന് മുഴമായി നിങ്ങൾ മുൻഗാമികളുടെ പാത നിങ്ങൾ പിന്തുടരും. ഏതുപോലെ ഒരു ഉടുമ്പിൻ്റെ മാളത്തിലേക്കാണ് മുൻഗാമികളായിട്ടുള്ളവർ കയറിപ്പോയതെങ്കിൽ നിങ്ങൾ യാതൊരു ലക്ഷ്യബോധവുമില്ലാതെ അങ്ങോട്ടേക്ക് നിങ്ങളും ചെന്ന് തലവെച്ചു കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് സഹാബികൾ ചോദിച്ചു, ആരാ നബിയെ മുൻഗാമികൾ എന്ന് പറഞ്ഞത്? ഫാരിസും നസാറാക്കളുമാണോ, അല്ലെങ്കിൽ യഹൂദും ഫാരിസും ഒക്കെയാണോ, പേർഷ്യക്കാരും വേദഗ്രന്ഥക്കാരെയും ഒക്കെയാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? റസൂലുള്ള പറഞ്ഞു, മുൻഗാമികളെന്ന് പറഞ്ഞാൽ പിന്നെ മറ്റാരാണ്? അവരെക്കുറിച്ച് തന്നെയാണ്. സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിലേക്ക് ക്രിസ്മസിൻ്റെ സമയത്ത് ക്രിസ്മസ് ആഘോഷിക്കുന്ന ക്രൈസ്തവ വിശ്വാസികളൊക്കെ പള്ളികൾ അലങ്കരിക്കാറുണ്ട്. നിങ്ങൾ നോക്കൂ, ഈ അടുത്ത കാലത്തായിട്ട് പള്ളികളൊക്കെ അലങ്കരിക്കുകയാണ് നബിദിനത്തിൻ്റെ സമയത്ത്. ക്രിസ്മസ് ഏതാ നബിദിനം ഏതാ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത കോലത്തിലാക്കി. ഉണ്ണി മുഹമ്മദിനെയൊക്കെ വരവേൽക്കുന്ന അത്തരത്തിലുള്ള വീഡിയോകളും കാര്യങ്ങളുമൊക്കെ മുമ്പ് നടന്നിട്ടുണ്ട്. അതിനേക്കാൾ അപകടകരമായിട്ടുള്ള പല കാര്യങ്ങളും. എന്തിനേറെ, 2 പെരുന്നാളുകളെക്കാളും വലിയ മഹത്വമുള്ള വലിയ ആഘോഷമാണ് മുസ്ലിമീങ്ങൾക്ക് ഈദുൽ മീലാദ്. ഈദ് മീലാദ് അഥവാ നബിദിനം എന്നൊക്കെ ഫത്വകൾ കൊടുത്തുകൊണ്ട് ജനങ്ങളെ തെരുവിലിറക്കി അതിനെതിരെ സംസാരിക്കുന്ന, സുന്നത്ത് അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകളെ പരസ്യമായിട്ട് അവഹേളിച്ചുകൊണ്ട് അവർ മുസ്ലിമീങ്ങളല്ല എന്ന ചാപ്പ കുത്തി ആനന്ദം കണ്ടെത്തുന്ന അത്തരം കാര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. സഹോദരങ്ങളെ, നോക്കൂ, നിങ്ങൾ ഒരു കവിതാശകലത്തിലൂടെ ഞാനൊരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് ആ കവിതാശകലമെന്നറിയുമോ? തഅസുൽ ഇലാഹ വഅന്ത തുളിഹിറു ഹുബ്ബഹു ഹാദാ മഹാലുൻ ഫിൽ ഖിയാസി ബദീഉ ലൗ കാന ഹുബ്ബുക സ്വാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. അള്ളാഹുവിനെ അനുസരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ, അള്ളാഹുവിൻ്റെ റസൂലിനെ നിങ്ങൾ അനുസരിക്കുന്നു എന്ന് നിങ്ങൾ ജൽപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നറിയുമോ? ലൗ കാന ഹുബ്ബുക സ്വാദിഖൻ ലഅതഅതഹു. നിങ്ങളുടെ ആ സ്നേഹം സത്യസന്ധമാണ് എങ്കിൽ നിങ്ങൾ ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ, അതല്ലെങ്കിൽ ആ റബ്ബ് സുബ്ഹാനഹു വ തആലയെ നിങ്ങൾ അനുസരിച്ചു കൊണ്ട് മാതൃക കാണിക്കണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഏതുവരെ? ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. സ്നേഹിക്കുന്നവൻ യഥാർത്ഥത്തിൽ എപ്പോഴാണ് സ്നേഹിതനാകുന്നത്? താൻ ആരെയാണോ സ്നേഹിക്കുന്നത് അവനെ അനുസരിക്കുമ്പോഴാണ് ആ സ്നേഹത്തിന് അർത്ഥമുണ്ടാകുന്നത് എന്ന് കവിതകളിലൂടെ മഹാനായ മുഹമ്മദ് ഇദ്രീസ് ശാഫിഈ റഹിമഹുള്ളയിലേക്ക് ചേർത്ത് പറയപ്പെടുന്ന ഈ കവിതാശകലത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. നിങ്ങൾ അല്ലാഹനെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നുവെങ്കിൽ പറഞ്ഞു കൊടുക്കൂ നബിയെ, നിങ്ങൾ എന്നെ പിൻപറ്റണമെന്ന് പറയൂ, അള്ളാഹുവിൻ്റെ റസൂലിനെ ഫോളോ ചെയ്യണമെന്ന് പറയൂ. യുഹിബ്ബുകുമുല്ലാഹ്, എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ സ്നേഹിക്കുക. ഏതു ചെറിയ കാര്യമാണെന്ന് പറഞ്ഞ് മാറ്റിവെക്കാതെ എല്ലാ കാര്യത്തിലും പ്രവാചകനെ ഫോളോ ചെയ്യാൻ, ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനകളല്ലാത്ത ബിദ്അത്തുകളൊന്നും തന്നെ ജീവിതത്തിൽ വരികയില്ലെന്ന പ്രതിജ്ഞ നമുക്കുണ്ടാകണം. അറിവ് ശേഖരിക്കണം, പഠിക്കണം. പണ്ഡിതന്മാരുമായി ഏതെങ്കിലും വിഷയങ്ങളിൽ നമുക്കൊരു സംശയമുണ്ടായാൽ ചോദിക്കണം, ആളുകളോട്, പണ്ഡിതന്മാരോട് ചോദിക്കണം. എന്താണ് ഇതിൻ്റെ ഇസ്ലാമിക വശം? ഇത് ബിദ്അത്താണോ? ആളുകൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ആ രൂപത്തിൽ സഹോദരങ്ങളെ നമ്മൾ മാറേണ്ടതാണ്. പ്രവാചക സ്നേഹത്തിൻ്റെ ഏറ്റവും മൂർത്തിമത് ഭാവങ്ങളായ സഹാബികൾ പോലും ആചരിക്കാത്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമുക്ക് വേണ്ട എന്ന് തുറന്നു പറയാൻ ഈ ഉമ്മത്ത് തയ്യാറാകണം. നോക്കൂ, നിങ്ങൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നൊരു കാര്യമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പ്രവാചകൻ്റെ പ്രിയപ്പെട്ട മൂത്താപ്പയായ അബൂ താലിബ്
ആ അബൂ താലിബ് ഇസ്ലാം മതം സ്വീകരിക്കുന്നതായിരുന്നു എൻ്റെ പിതാവ് അബൂ ഖുഹാഫ ഇസ്ലാം സ്വീകരിക്കുന്നതിനേക്കാളും ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞ്? സ്വന്തം മാതാപിതാക്കൾക്ക് ഹിദായത്ത് കിട്ടുന്നതിന് നമ്മൾ ആരെങ്കിലും തടസ്സം പറയൂ? വേണ്ടാന്ന് പറയൂ? പക്ഷെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂ ഖുഹാഫയ്ക്ക് ഹിദായത്ത് കിട്ടിയിരുന്നില്ലെങ്കിലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പിതൃവ്യനായ എളാപ്പയായിരുന്ന അബൂ താലിബിന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട്? അള്ളാഹുവിൻ്റെ റസൂലിന് അബൂ താലിബിന് അത്രയേറെ ഇഷ്ടമായിരുന്നു എന്നതുകൊണ്ടാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്, അവർ തമ്മിൽ എന്തോ ഒരു ചെറിയ ഒരു സംസാരം മുഷിപ്പോ മറ്റോ ഉണ്ടായ സന്ദർഭത്തിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിങ്ങൾ എന്താണ് എന്നെക്കുറിച്ച് വിചാരിച്ചത്? എൻ്റെ പിതാവ് ഖത്താബ് ഇസ്ലാം സ്വീകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ രൂപത്തിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഈ ഖത്താബിനേക്കാളും ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കണമെന്ന് ആഗ്രഹിച്ച ഒരാളുണ്ട്, അത് നിങ്ങളുടെ പിതാവാണ്. എന്തുകൊണ്ടാണെന്നറിയുമോ? അബ്ബാസ് എന്ന് പറയുന്നത് നിങ്ങളുടെ പിതാവ് എൻ്റെ പ്രവാചകൻ്റെ പിതൃവ്യനാണ്. ആ പ്രവാചകന് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ആഗ്രഹിച്ചതെന്ന്. നോക്കൂ നിങ്ങൾ, കണ്ണും കരളും കാതും ശരീരവും മനസ്സും ഒക്കെയും സമർപ്പിച്ച സഹാബികൾ. ഉഹദിൻ്റെ പടക്കളത്തിൽ ത്വൽഹത്ത് ബിൻ ഉബൈദില്ല എന്ന സഹാബിയുടെ ധീരമായ നിലപാടുകൾ കേട്ട് വളർന്നവരാണ് നമ്മൾ. 70ഓളം കുത്തുകളും വെട്ടുകളും കൊണ്ട് മൃതപ്രായമായ ആ ശരീരത്തെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി സമർപ്പിച്ച ആ തിരുശരീരത്തെക്കുറിച്ച് നമുക്കറിയാവുന്നതാണ്. മഹാനായ അനസ് ബിൻ നദർ എന്ന സഹാബി ഉഹദിൻ്റെ പടക്കളത്തിൽ ലോകത്തിൻ്റെ പ്രവാചകൻ കൊല്ലപ്പെട്ടു എന്ന കിംവദന്തി അത് ശരിയായിരിക്കുമെന്ന് വിശ്വസിച്ച് അള്ളാഹുവിൻ്റെ റസൂല് മരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിന് ജീവിക്കണമെന്ന് പറഞ്ഞിട്ട് വാളെടുത്ത് ഉഹദിൻ്റെ പടക്കളത്തിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് ധീരമായി പോരാടി ഒടുവിൽ മരണം ഏറ്റുവാങ്ങി ശരീരം പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ ശത്രുക്കളകത്ത് അദ്ദേഹത്തെ ചിത്രവധം നടത്തി. ശരീരത്തിൻ്റെ മാംസളമായ ഭാഗങ്ങളെല്ലാം ചെതറിത്തെറിച്ചു പോയി. മനസ്സിലാക്കാൻ പറ്റാത്ത കോലത്തിൽ അദ്ദേഹത്തിൻ്റെ ശരീരം സഹോദരങ്ങളെ വികൃതമായി. റുബയ്യ് ബിൻത് നദർ എന്ന അദ്ദേഹത്തിൻ്റെ സഹോദരി തൻ്റെ സഹോദരൻ അനസ് ബിൻ നദറിൻ്റെ മോതിരവിരൽ കണ്ടിട്ട് തിരിച്ചറിഞ്ഞിട്ടാണ് ഇതെൻ്റെ സഹോദരൻ അനസാണെന്ന് ആളുകൾക്ക് മനസ്സിലായത്. എന്താ അവർക്കൊന്നും ഇല്ലാത്തൊരു സ്നേഹം, അവരൊന്നും പഠിപ്പിച്ചിട്ടില്ലാത്തൊരു പുത്തൻ പ്രവണതകൾ ഈ സമൂഹത്തിലേക്ക് കടന്നു വന്നത് എന്തുകൊണ്ടാണ്? ഇസ്ലാമിലില്ലാത്ത ഈ പുത്തനാചാരങ്ങളെ തുറന്നു തീർക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്കാകണം സഹോദരങ്ങളെ. എങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത് എന്ന് നമ്മൾ ഈ തരുണത്തിൽ ഓർക്കേണ്ടതുണ്ട്. ഞാൻ എൻ്റെ സംസാരം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ശത്രുക്കൾ പോലും സമ്മതിച്ചിട്ടില്ലേ? മഹാനായ സെയ്ദ് ബിൻ ദസിന്ന എന്ന സഹാബിയെ വധിക്കുന്നൊരു കാര്യം ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഖുറൈശികളെല്ലാവരും ആർമാദത്തോടുകൂടി ആർത്തട്ടഹസിച്ച് കടന്നു വരികയാണ്. അങ്ങനെ അദ്ദേഹത്തെ വധിക്കുന്ന ആ സന്ദർഭത്തിൽ അദ്ദേഹത്തോട് അവരുടെ ഒരു ആനുകൂല്യം എന്താണ്? സെയ്ദ്, നിങ്ങളുടെ സ്ഥാനത്ത് മുഹമ്മദിനെ ഈ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. നിങ്ങളുടെ വീട്ടിൽ ഭാര്യ മക്കളോടത്തൊക്കെ സുഖമായിട്ട് ജീവിക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുക. എങ്ങനെ ഉണ്ടാവും? നിങ്ങൾക്ക് സന്തോഷമാവില്ലേ എന്നാണ്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ ശരീരത്തിൽ ഒരു തരി മണ്ണ് വീഴുന്നത് എനിക്ക് സഹിക്കില്ല. ലോകത്തിൻ്റെ പ്രവാചകൻ ഇപ്പോൾ എവിടെയാണോ അവിടെ ആ നാട്ടിൽ സുരക്ഷിതനായിരിക്കുമ്പോഴും ഒരു തരി മണ്ണ് ആ പ്രവാചകൻ്റെ ശരീരത്തിൽ വീഴുക എന്നുള്ളത് ഞാൻ എൻ്റെ മരണത്തെക്കാളും അസഹ്യമായി കരുതുന്നു എന്ന് പറഞ്ഞ ഈ പ്രഖ്യാപനം കേട്ടിട്ട് അന്ന് ഖുറൈശികളിൽപ്പെട്ട ഉർവത്ത് ബിൻ മസ്ഊദ് പറയുന്നൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ അതുപോലത്തെ ഒരു വ്യക്തി പറയുന്നൊരു കാര്യമുണ്ട്. വല്ലാഹി, അള്ളാഹുവാണ്, ലഖദ് വഫത്തു അലൽ മുലൂക്കി വഫത്തു ഖൈസറ വ കിസ്റ വൻ നജ്ജാഷി. ഞാൻ എത്രയോ രാജാക്കന്മാരുടെ കൊലക്കൊമ്പന്മാരുടെ തറവാട്ടിലേക്ക്, കൊട്ടാരത്തിൻ്റെ തിരുമുറ്റത്തേക്ക് ഞാൻ കടന്നു ചെന്നിട്ടുണ്ട്. അവിടെയൊക്കെ പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ മുഹമ്മദിൻ്റെ അനുയായികൾ മുഹമ്മദിനെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുന്നൊരു വ്യക്തിയെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് ശത്രുക്കളാണ് സാക്ഷ്യപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കണം. ആ സഹാബികൾക്കില്ലാത്തൊരു സ്നേഹം, ആ സഹാബികൾ പ്രകടിപ്പിക്കാത്തൊരു പ്രകടനം സഹോദരങ്ങളെ നമുക്ക് വേണ്ട എന്ന് പറയാൻ എന്തിന് നമ്മൾ മടിക്കണം? നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്താകുമോ? ജനങ്ങൾ നമ്മളെ ഒറ്റപ്പെടുത്തുമോ? ആളുകൾ നമ്മെ കൂക്കി വിളിക്കുമോ? അതല്ലെങ്കിൽ മഹലിൽ നിന്നും നമ്മളെ ബഹിഷ്കരിക്കുമോ? സഹോദരങ്ങളെ, ഒന്നുമില്ല. സത്യത്തിൻ്റെ പാതയിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കുമെന്നതാണ് ഇതുകൊണ്ട് നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്നതാണ്. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യേണ്ടതിൻ്റെ രീതികളെക്കുറിച്ച്
പണ്ഡിതന്മാർ നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചു തന്ന ചില കാര്യങ്ങളുണ്ട്. എന്താണതെന്നറിയുമോ? അൽ ഈമാനു സാദിഖു ബിഹി ഖൗലൻ വഫിഅലൻ വതസ്ദീഖഹു ഫീ കുല്ലി മാ ജാഅ ബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വവുജൂബു തഅതിഹി വൽഹദ്റു മിൻ മഅസിയതിഹി വവുജൂബു തഹാകുമു ഇലൈഹി വറിളാ ബിഹുക്മിഹി വഇൻസാലുഹു മൻസിലതഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാ ഖുലുവിൻ വലാ തഖ്സീരിൻ തുടങ്ങിയ ഒരു നീണ്ട വചനമാണ്. നോക്കൂ, എന്താ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്? ആ പ്രവാചകനിൽ സത്യസന്ധമായ വിശ്വാസം വേണം, വാക്കുകൊണ്ട് വേണം, പ്രവൃത്തി കൊണ്ട് വേണം. ആ പ്രവാചകനെ മനസ്സുകൊണ്ട് അംഗീകരിക്കണം. അവിടുന്ന് കൊണ്ടുവന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് അഹമഹിമയാ മനസ്സിലൊരു മനക്കുത്തുമില്ലാതെ സ്വീകരിക്കണം. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅ്തു ബിഹി. പ്രവാചകൻ പറഞ്ഞതുപോലെ ഞാൻ കൊണ്ടുവന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ പോലും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്നുള്ളതല്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യം, നിങ്ങളത് സ്വീകരിക്കാതെ, നിങ്ങളുടെ താല്പര്യങ്ങളെ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങളത് സ്വീകരിക്കാതെ നിങ്ങൾ വിശ്വാസിയാവുകയില്ലെന്ന് പറഞ്ഞ ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളെ മുൻനിർത്തിക്കൊണ്ട് പണ്ഡിതന്മാർ പറയുകയാണ്, അവിടുത്തോട് ധിക്കാരം വരുന്ന കാര്യങ്ങളിൽ നിന്ന് വിശ്വാസികൾ അകന്നു നിൽക്കണം. അവിടുത്തോട് വിധി തേടാൻ, അഥവാ അവിടുന്ന് നൽകിയ വിധി നമ്മൾ സ്വീകരിക്കണം, അതിൽ തൃപ്തിപ്പെടണം. അള്ളാഹു അദ്ദേഹത്തെ വെച്ചൊരു സ്ഥാനമുണ്ട്, ആ സ്ഥാനത്ത് തന്നെ നമ്മൾ നിർത്തണം. അതല്ലാതെ അതിനപ്പുറത്തേക്ക് ഗുലുവിലേക്ക് പോകാൻ, അതല്ലെങ്കിൽ പരിധി വിട്ടു പോകാൻ, അതല്ലെങ്കിൽ അള്ളാഹ് പറഞ്ഞതിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പദവി ഇകഴ്ത്താൻ ഒരിക്കലും വിശ്വാസികൾ മുതിരരുത് എന്ന് പറയുന്ന ഈ വചനങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊരു മുതൽക്കൂട്ടാണ്. ജീവിതത്തിൽ നമുക്കത് അത്യന്താപേക്ഷിതമാണ്. നോക്കൂ സഹോദരങ്ങളെ, മഹാനായ ഔസാഇ റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇസ്ബിർ നഫ്സക അല സുന്ന. നിങ്ങൾ സുന്നത്തിൽ നിങ്ങളുടെ മനസ്സ് നിങ്ങൾ തളച്ചിടണം. സുന്നത്തിൽ അഥവാ സുന്നത്തുകൾ പ്രയോഗവൽക്കരിക്കുന്നതിൽ നിങ്ങൾ ക്ഷമാപൂർവ്വം നിങ്ങൾ നിലകൊള്ളണം. വഖിഫ് ഹൈസു വഖഫൽ ഖൗം. സഹാബികൾ എങ്ങനെയാണോ ഒരു കാര്യത്തിൽ നിലയുറപ്പിച്ചത് അതുപോലെ നിങ്ങളും നിലയുറപ്പിക്കണം. വഖുൽ ബിമാ ഖാലൂ. അവരെന്താണോ പറഞ്ഞത് അത് നിങ്ങൾ പറയണം. വഖുഫ അമ്മാ കഫു. ആ സഹാബികൾ എന്തെന്നാണോ വേണ്ടെന്ന് വെച്ചത്, എന്തെന്നാണോ സ്റ്റോപ്പാക്കിയത് അത് നിങ്ങൾ വേണ്ടെന്ന് വെക്കണം. വസ്ലുക് സബീല സലഫിക സ്വാലിഹ്. ആ മുൻഗാമികളുടെ പാതയിൽ നിങ്ങൾ കയറണം. ഫഇന്നഹു യസഉക മാ വസിഅഹും. വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണ് അവസാനം പറഞ്ഞത്. ഫഇന്നഹു യസഉക മാ വസിഅഹും. അവർക്കെന്താണോ ദീനായിട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുള്ളത് അതുമാത്രം മതി നിങ്ങൾക്കും ദീനായി ഉൾക്കൊള്ളാൻ. അവർക്കില്ലാത്തൊരു പുതിയ ദീൻ നിങ്ങൾക്ക് വേണ്ട, അവർ മനസ്സിലാക്കാത്തൊരു പുതിയ ദീൻ നിങ്ങൾക്ക് വേണ്ട, അത് തന്നെ നിങ്ങൾക്ക് ധാരാളം മതിയെന്ന് താബിഈൽ പ്രസിദ്ധനായ ഇമാം ഔസാഇ റഹ്മത്തുള്ളാഹി തൊട്ട് ഉദ്ധരിക്കുന്നൊരു വചനം സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആ ലോകത്തിൻ്റെ പ്രവാചകനെ കാണണം, നമുക്ക് കാണണ്ടേ? ആ പ്രവാചകനെ കൺകുളിർമയോടുകൂടി കാണണ്ടേ? അള്ളാഹുവിൻ്റെ റസൂലിനെ കാണാനുള്ള അവസരം ആർക്കാണ്? അള്ളാഹുവിൻ്റെ റസൂൽ ഒരു കാര്യം പഠിപ്പിച്ചാൽ അതിൽ വക്രതയില്ലാതെ, വളച്ചൊടിക്കലില്ലാതെ, ഈ ദീനിൽ പുതുതായൊന്നും കടത്തിക്കൂട്ടാതെ മാന്യമായി ജീവിച്ച് മാന്യമായി മരിച്ച് തഖ്വയോടുകൂടി അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചു മരിക്കുന്നവർക്കാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ കാണാൻ കഴിയുക. നാളെ പരലോകത്ത് വെച്ച് ആകാശത്തെ നക്ഷത്രങ്ങളെക്കാളും എണ്ണമുള്ള, പാലിനേക്കാളും വെളുത്ത, തേനിനേക്കാളും മധുരമുള്ള ഹൗദുൽ കൗസർ എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല സവിശേഷമായി ലോകത്തിൻ്റെ പ്രവാചകനും ഈ ഉമ്മത്തിനും നൽകിയ സവിശേഷമായ ആ പാനീയമുണ്ടല്ലോ, അത് കുടിക്കാൻ ഈ ഉമ്മത്തുകൾ ഓടിക്കിതച്ചെത്തുന്ന സമയത്ത് മലക്കുകൾ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് പറയും, നബിയേ, അക്കാണുന്ന ജനങ്ങൾക്ക് നിങ്ങൾ വെള്ളം കോരി കൊടുക്കരുത്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഇക്കാണുന്ന ജനത നിങ്ങളുടെ വഫാത്തിന് ശേഷം ദീൻ അട്ടിമറിച്ചവരാണ്, ഇല്ലാത്തത് കടത്തിക്കൂട്ടിയവരാണ്, അതുകൊണ്ട് അവർക്ക് നിങ്ങൾ വെള്ളം കൊടുത്തു പോകരുത് എന്ന് പറയുമ്പോൾ ലോകത്തിൻ്റെ പ്രവാചകൻ സുജൂദിൽ കിടന്നുകൊണ്ട് ഉമ്മത്തി ഉമ്മത്തി എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ് ആ കണ്ണീരണിഞ്ഞ പ്രാർത്ഥന കാരണം അള്ളാഹു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനെ നിയോഗിച്ചിട്ട് മുഹമ്മദിനോട് പോയി ചോദിക്കൂ, എന്താണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ, അദ്ദേഹം ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിക്കൂ എന്ന്
അള്ളാഹു നിർദ്ദേശം കൊടുത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് അള്ളാഹ് ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന്. അപ്പോൾ ഉമ്മത്തുകളുടെ കാര്യം, പരലോകത്ത് വെച്ച് ഉമ്മത്തുകൾ പ്രവാചകന് നഷ്ടപ്പെടുമോ എന്ന ആദിയും വ്യാധിയും പങ്കുവെക്കുമ്പോൾ അള്ളാഹു നിങ്ങളുടെ ഉമ്മത്തിന്, നിങ്ങളുടെ മനസ്സിന് ഉണ്ടാകുന്ന തരത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പിടികൂടുകയില്ല എന്ന് വാക്കുകൊടുക്കുമ്പോൾ, ഇതേ ഉമ്മത്തുകൾ നാളെ പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ അസ്പൃഷ്ട്യരായി അവിടെ നിന്ന് പുറത്താക്കപ്പെടും. റസൂൽ പറയും, പൊയ്ക്കോളിൻ, പോകൂ നിങ്ങൾ ഇവിടെ നിന്ന്, എനിക്ക് ശേഷം ഈ പരിശുദ്ധ മതത്തിൽ വെള്ളം ചേർത്തവരെ നിങ്ങൾക്ക് നാശമെന്ന് പറഞ്ഞ് പ്രവാചകൻ അവരെ ആട്ടി ഓടിക്കുമ്പോൾ നമ്മൾ അതിൽ പെടാനാണോ ആഗ്രഹിക്കുന്നത്? നമ്മുടെ നിസ്കാരങ്ങൾ അതിൽ ഒലിച്ചു പോകാനാണോ? ശിർക്കിൽ ഒലിച്ചു പോകാനാണോ? അല്ല എന്നുള്ളതല്ലേ. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് വിട പറഞ്ഞു. ആ വിട പറഞ്ഞ പ്രവാചകൻ നമുക്ക് ഒരു തെളിഞ്ഞ പ്രകാശം ഇവിടെ അവശേഷിപ്പിച്ചു. കിതാബ് അല്ലാഹ് വസുന്നത റസൂലി, അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ്, ലോകത്തിൻ്റെ പ്രവാചകൻ്റെ ചര്യയാണ്. അത് രണ്ടും നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ പിഴച്ചു പോവുകയില്ല എന്നാണ്. അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ, അത് രണ്ടും നമ്മുടെ മുന്നിലുണ്ട്. ഇന്നും പകൽ വെളിച്ചം പോലെ ഏത് കൂരിരുട്ടിലും പ്രകാശം പരത്തുന്ന ഈ പരിശുദ്ധ പ്രമാണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. വഴിതെറ്റാൻ യാതൊരു അവസരവുമില്ല. സ്വയം തുലഞ്ഞുപോയവനല്ലാതെ അതിൽ നിന്നും മാറിപ്പോകാൻ കഴിയുകയില്ല എന്നാണ്. സഹോദരങ്ങളെ, ഒരു ഹദീസും കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ അബൂ ജുമുഅത്തുൽ അൻസാരി എന്ന സ്വഹാബി, അദ്ദേഹത്തിനുണ്ടായൊരു അനുഭവം പറയാൻ. മുആദ് ബിൻ ജബൽ അടക്കമുള്ള 10 പേരടങ്ങുന്ന ഒരു സംഘം സഹാബികൾ ഞങ്ങൾ പ്രവാചകൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് ഇങ്ങനെ ചോദിക്കുകയാണ്. എന്താ ചോദിച്ചെന്നറിയുമോ? അള്ളാഹുവിൻ്റെ റസൂലേ, ഹൽ മിൻ അഹദിൻ അഅ്ളമു മിന്നാ അജ്റ ആമന്നാ ബിക വത്തബഅനാക. ലോകത്തിൻ്റെ പ്രവാചകരെ, ഞങ്ങൾ നിങ്ങളിൽ ഉപാധികളില്ലാതെ വിശ്വസിച്ചതുപോലെ, നിങ്ങളെ ഞങ്ങൾ ഉപാധികളില്ലാതെ ഫോളോ ചെയ്തതുപോലെ മറ്റൊരാളും ചെയ്തിട്ടില്ലല്ലോ. ഞങ്ങളെക്കാളും പ്രതിഫലത്തിനർഹരായ ഏതെങ്കിലും ഒരു ടീമിന് വരുമോ നബിയെ? നിങ്ങൾ കേൾക്കണം, ഏതെങ്കിലും ഒരു ടീമിന് ഉണ്ടാവുമോ? അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞൊരു മറുപടി ഉണ്ട്. വമാ യംനഉകും മിൻ ദാലിക്, നിങ്ങൾക്കെന്താ വിശ്വസിക്കാൻ തടസ്സം? നിങ്ങൾക്കെന്താണ് വിശ്വസിക്കാൻ തടസ്സം? വറസൂലുള്ളാഹ് ബൈന അദ്ഹുരിക്കും, അള്ളാഹ് നിയോഗിച്ച ഒരു പ്രവാചകൻ പച്ച ജീവനത്തോടെ നിങ്ങളുടെ മുന്നിൽ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. യഅതീകും ബിൽ വഹീ മിനസ് സമാ, ആകാശലോകത്ത് നിന്ന് റബ്ബിൻ്റെ സന്ദേശങ്ങൾ ആ പ്രവാചകനിൽ വന്നെത്തുന്നുണ്ടല്ലോ. അത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അതേ സഹാബികൾ പ്രവാചകനിൽ പലതും കണ്ടു. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൈകളിൽ നിന്ന് വെള്ളം നിർഗളം പ്രവഹിക്കുന്നത്. സഹോദരങ്ങളെ, ഖൈബറിൻ്റെ പശ്ചാത്തലത്തിൽ അത്ഭുത സംഭവങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ പറയുന്നതാണ്. മുഅ്ജിസത്താണ്, സഹാബികൾ കണ്ടതാണ്. കുടിക്കാൻ ആവശ്യമുള്ളതും പിന്നീട് ശേഖരിച്ചു വെച്ചതുമൊക്കെ ചരിത്രമാണ്. ഈ അത്ഭുതങ്ങൾ പലതും അവർ കണ്ടു. അതുകൊണ്ട് റസൂൽ പറയുകയാണ്, നിങ്ങൾക്ക് എന്താ വിശ്വസിക്കാൻ തടസ്സം? നിങ്ങൾ കേട്ടോ ബൽ ഖൗമുൻ യഅതൂന മിൻ ബഅദികും യഅതീഹിം കിതാബുൻ ബൈന ലൗഹൈനി ഫയുമിനൂന ബിഹി വയഅമലൂന ബിമാ ഫീഹി ഉലൈക അഅ്ളമു മിൻകും അജ്റാ. എന്നാൽ ഒരു സംഘം ആളുകൾ അല്ലെങ്കിൽ ഒരു സമൂഹം വരാനിരിപ്പുണ്ട്. എന്താണ് അവരുടെ പ്രത്യേകത? അവർക്ക് പരിശുദ്ധ ഖുർആൻ 2 ചട്ടകൾക്കുള്ളിൽ കാണാൻ മാത്രമേ വിധിയുണ്ടാവുകയുള്ളൂ. ആ വേദഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ട പ്രവാചകനെ ജീവനത്തോടെ കാണാനുള്ള ഭാഗ്യം അവർക്കില്ല. പക്ഷേ ആ പ്രവാചകൻ അവതരിച്ച വേദഗ്രന്ഥത്തെ 2 ചട്ടകൾക്കുള്ളിലാക്കി കാണാനുള്ള ഭാഗ്യം മാത്രമേ അവർക്കുണ്ടാവുകയുള്ളൂ. ഫയുമിനൂന ബിഹി, പക്ഷേ അവരെന്നാലും ആ പ്രവാചകനിൽ വിശ്വസിക്കും. വയഅമലൂന ബിമാ ഫീഹി, ആ വേദഗ്രന്ഥത്തിൽ വിശ്വസിക്കും. അള്ളാഹു ആ വേദഗ്രന്ഥത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അവരുടെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരും. ഉലൈക അഅ്ളമു മിൻകും അജ്റാ, അവർ നിങ്ങളെക്കാൾ പ്രതിഫലത്തിനർഹരാണ്. ആരാണവർ? ലോകത്തിൻ്റെ പ്രവാചകനെ കണ്ണു നിറയെ കണ്ടിട്ടില്ലാത്ത സാധുക്കളായ നമ്മെപ്പോലുള്ളവർ, നമ്മുടെ മുൻഗാമികളിൽ പ്രവാചകനെ കണ്ടിട്ടില്ലാത്തവർ, നമുക്ക് ശേഷം വരാനിരിക്കുന്ന വിശ്വാസികളുടെ ഒരു ഭാഗ്യമാണ് സഹോദരങ്ങളെ. പക്ഷേ സഹാബികളെപ്പോലെ ആ സഹാബികളെക്കാളും നമുക്ക് പവറും പത്രാസും ഉണ്ടെന്നോ
ആ സഹാബികളെക്കാളും നമ്മൾ ശ്രേഷ്ഠരാണെന്നോ എന്നല്ല, പ്രതിഫലമുണ്ട് എന്നാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ ആ പ്രവാചകൻ നൽകുന്ന ഓഫറാണത്. അത് സ്വീകരിക്കാൻ വൈമനസ്യമുണ്ടോ? അത് അംഗീകരിക്കാൻ നമുക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതുകൊണ്ട് ആ പ്രവാചകൻ്റെ ചര്യകൾ ജീവിതത്തിൽ പകർത്തണം. വലത് കൈകൊണ്ട് കുടിക്കണം, കഴിക്കണം, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞെടുത്ത് നിൽക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം വിലക്കിയാൽ അതിൽ തനിക്കൊരു ഖൈറുമില്ല എന്ന് മനസ്സിലാക്കണം. തിന്മകളിൽ നിന്നും മാറി സഞ്ചരിക്കണം. സഹോദരങ്ങളെ, ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ അപജയങ്ങൾ, അതിൽ നിന്നെല്ലാം നമ്മൾ പരിപൂർണമായും മാറണം. കൂട്ടായ്മയോടുകൂടി ഒരുമിച്ച് നിൽക്കണം. കൂട്ടായ്മയാണ് നമുക്ക് തഖ്വ നൽകുന്നത്, സൂക്ഷ്മത പ്രദാനം ചെയ്യുന്നത്. കൂട്ടായ്മയിൽ, സംഘശക്തിയിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണം. അങ്ങനെ മരണപ്പെട്ടു പോകാനുള്ള സൗഭാഗ്യം നമ്മൾ റബ്ബിനോട് ഇരന്നു വാങ്ങണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ സൗഭാഗ്യം നൽകുമാറാകട്ടെ. തൗഹീദ് സ്വീകരിച്ചവർക്ക് പോലും പരലോകത്ത് ചിലപ്പോൾ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് പോലും പ്രവാചകൻ പറഞ്ഞിട്ടുള്ള ഹദീസുകളുണ്ട്. സമയദൈർഘ്യം ഓർത്തിട്ട് ഞാനത് പറയുന്നില്ല. അതിൽ നമ്മൾ പെട്ടുപോകരുത്. പ്രവാചകൻ പറഞ്ഞതാണ്, അഹ്ലുൽ ഖിബ്ലത്തിൻ്റെ മുസ്ലിമീങ്ങളിൽപ്പെട്ടവർ പരലോകത്ത് അവരുടെ തിന്മകളുടെ ആധിക്യം കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ ചെയ്ത് നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. നരകത്തിൽ കിടക്കുന്ന അവിശ്വാസികൾ ചോദിക്കും, നിങ്ങളെന്താ മുസ്ലിങ്ങളല്ലായിരുന്നോ? നിങ്ങൾക്കിതെന്താ പറ്റിയത്? നിങ്ങളെന്താ ഞങ്ങളുടെ കൂടെ? ഒരു പരിചയമില്ലാത്ത ആൾക്കാർ വന്ന് കയറിയതുപോലെ അവർ ചോദിക്കും, നിങ്ങളെന്താ ഞങ്ങളോട് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയ ആൾക്കാരല്ലേ നിങ്ങൾ എന്ന് പറയുമ്പോൾ, സഹോദരങ്ങളെ, തിന്മകളുടെ ആധിക്യം കാരണത്താൽ പോകേണ്ടി വന്നവരാണ്. അതുകൊണ്ട് ആ ഗണത്തിലും നമ്മൾ ഉൾപ്പെടാൻ പാടുള്ളതല്ല. പരലോകത്തിൽ പരിപൂർണമായും വിശ്വസിക്കണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു യാഥാർത്ഥ്യം ജീവിതത്തിൽ ഉൾക്കൊള്ളണം. എന്താണ് ആ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്? മരണമാണ്. ആ മരണത്തിന് സമയമില്ല. രംഗബോധമില്ലാത്ത കോമാളി അത് പല രൂപത്തിലും നമ്മളിലേക്ക് കടന്നു വരും. ലയുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. അവധി എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് സമയം നീട്ടാനോ കുറയ്ക്കാനോ പറ്റാത്ത മരണത്തിൻ്റെ ആ വിളി ഏതു സമയം കാതോർത്തുകൊണ്ടിരിക്കണം. 38 വയസ്സുള്ള ചെറുപ്പക്കാരനതാ ഒരു യുവ ഡോക്ടർ, കാർഡിയാക് സർജനാണ്. അദ്ദേഹം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കെ കുഴഞ്ഞു വീണ് മരിച്ചു. ജിംനേഷ്യത്തിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, ബോഡിയൊക്കെ നിലനിർത്താൻ മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവരതാ മരിച്ചു വീഴുന്നു. അതുകൊണ്ട് മരണം തൊട്ടു മുന്നിലുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ട് തിരുത്താനുള്ളത് തിരുത്തി പരലോകബോധത്തെ കൂടുതൽ സുദൃഢമാക്കി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യകളെ ജീവിതത്തിൽ പകർത്തി ഒരു റിക്വസ്റ്റും കൂടി, ഒരു വസിയത്തും കൂടി എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുണ്ട്. അതെന്തെന്ന് ചോദിച്ചാൽ, രാവിലത്തെയും വൈകുന്നേരത്തെയും ഒക്കെ അദ്കാറുകൾ അത് നിർബന്ധമായും നമ്മൾ ചൊല്ലണം. നമുക്ക് ലഭിക്കുന്ന പ്രൊട്ടക്ഷൻ അത് ചെറുതല്ല സഹോദരങ്ങളെ. 360 ഡിഗ്രിയിൽ ഒരു സംരക്ഷണം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അത്ഭുതമല്ലേ? എന്നാൽ അതിനേക്കാളും വലിയ 360 ഡിഗ്രിയേക്കാളും കൂടുതൽ സംരക്ഷണം നൽകുന്ന ദിക്റുകളാണ് പ്രഭാതത്തിലും പ്രദോഷത്തിലും പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അല്ലാഹുമ്മ ഇഹ്ഫദ്നി മിൻ ബൈനി യദയ്യ വമിൻ ഖൽഫി വഅൻ യമീനി വഅൻ ശിമാലി വമിൻ ഫൗഖി വഅഊദു ബിഅളമതിക അൻ നുഗ്താല മിൻ തഹ്തി എന്നൊക്കെ പറയുമ്പോൾ ഒരാവേശമാണ്. എൻ്റെ മുന്നിലൊരു അപകടം, എൻ്റെ പിന്നിലുള്ള ഒരു പ്രയാസം, എൻ്റെ വലത്തുഭാഗത്തുകൂടി, എൻ്റെ ഇടതുഭാഗത്തുകൂടി, എൻ്റെ മുകൾ ഭാഗത്തുകൂടി, പടച്ച റബ്ബേ ഒക്കെയും നീ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണേ. എൻ്റെ അടിഭാഗത്തുകൂടി ഞാൻ ചതിക്കപ്പെടുന്നതിൽ നിന്ന്, പടച്ച റബ്ബേ ഞാൻ വിശ്വസിച്ച ആളുകളാൽ ഞാൻ വഞ്ചിക്കപ്പെടുന്നതിൽ നിന്നൊക്കെ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ആവേശമാണ്. എൻ്റെ റബ്ബ് കൈവിടില്ല, എൻ്റെ റബ്ബ് എന്നെ കൈവിടില്ല എന്ന പൂർണ്ണമായ ആ ഉറപ്പാണ്. ആ ഉറപ്പിൽ ജീവിക്കണം നമ്മൾ. അള്ളാഹു നമുക്ക് അനുഗ്രഹം നൽകുമാറാകട്ടെ. രാവിലെയും വൈകുന്നേരത്തുമുള്ള അദ്കാറുകൾ ചിലപ്പോൾ രാവിലെ ചിലപ്പോൾ പെട്ടെന്ന് മറന്നു പോവുകയോ ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയോ ചെയ്താലും പേടിക്കണ്ട. ഇനി ഉദയം നടന്നു കഴിഞ്ഞാലും സ്ഥിരമായിട്ട് ചൊല്ലുന്നതാണെങ്കിൽ ചൊല്ലിക്കോളൂ. അവർക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കും, സംരക്ഷണം ലഭിക്കും. വൈകുന്നേരവും മഗ്‌രിബിന് ശേഷമാണ് ഓർത്തത്, ഇനിയിപ്പോൾ മഗ്‌രിബായാലും ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ? ഒരു പ്രശ്നവുമില്ല, മഗ്‌രിബിന് ശേഷവും ചൊല്ലിക്കോളൂ. അതിനുശേഷമുള്ള പ്രൊട്ടക്ഷൻ അള്ളാഹു നമുക്ക് നൽകും. ഇതൊരു വസിയത്തായിട്ട് നിങ്ങൾ സ്വീകരിക്കണം. അതറിയാത്ത ആളുകൾ ജമീൽ എന്ന ആപ്പുണ്ട്. ആ ആപ്പിൽ അദ്കാറുകൾ എന്ന് പറയുന്നൊരു സെക്ഷനുണ്ട്. ആ സെഷനിൽ പോയിട്ട് അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് മൊബൈലിലാക്കി സമയാസമയങ്ങളെ അത് കാണാതെ പഠിച്ച് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. മക്കളോട് പറയുക, ഭാര്യയോട് പറയുക, നാട്ടിൽ വിളിച്ചു പറയുക, ദിക്റൊക്കെ ചൊല്ലണം എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈർ നൽകുമാറാകട്ടെ. ഈ ഇരുത്തം സ്വീകരിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഈ മഹത്തായ ക്യാമ്പയിൻ നിൻ്റെ തൗഹീദും നീ നിയോഗിച്ച നിൻ്റെ പ്രവാചകൻ്റെ റിസാലത്തും നീ സത്യവിശ്വാസികൾക്ക് വാഗ്ദാനം ചെയ്ത പരലോകത്തിൻ്റെ വിജയവും ആ 3 വിഷയങ്ങൾ ചർച്ച ചെയ്തൊരു വേദി
പല ആളുകളും സംസാരിച്ചൊരു വേദി. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ സംസാരത്തിലും കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളായി ഞങ്ങളിൽ ഓരോരുത്തരിലും ആത്മാർത്ഥത നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, പ്രസംഗങ്ങളും ഉത്ബോധനങ്ങളും പറയുമ്പോഴും കേൾക്കുമ്പോഴും ഉണ്ടാകുന്ന ആവേശം ജീവിതത്തിൻ്റെ തിരക്കുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഒലിച്ചു പോകുന്നുണ്ട്, നഷ്ടപ്പെടുന്നുണ്ട്. അള്ളാഹുവെ, നീ അറിയുന്നവനാണ്, ഞങ്ങളുടെയൊക്കെ സാഹചര്യങ്ങളെ അറിയുന്നവനാണ്. റഹ്മാനായ റബ്ബേ, അതെല്ലാം ജീവിതത്തിൽ നിലനിർത്താൻ തൗഫീഖ് തരണമേ റഹ്മാനെ. ഒറ്റയ്ക്കുള്ള വേളകളിൽ തെറ്റുകൾ ചെയ്യാൻ മനസ്സിങ്ങനെ വെമ്പൽ കൊള്ളുമ്പോൾ അള്ളാഹുവേ, നിൻ്റെ കലാമോർത്ത്, ഈ കൂട്ടായ്മയോർത്ത്, ഇതിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാർ, പ്രബോധകന്മാർ, അവരുടെയൊക്കെ മുഖങ്ങളിങ്ങനെ മനസ്സിലേക്ക് കണ്ടുവരുമ്പോൾ ആ തെറ്റിൽ നിന്ന് പിന്മാറാൻ റഹ്മാനായ റബ്ബേ, നീ ഞങ്ങൾക്ക് തൗഫീക്ക് തരണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ഇണകളിലും സന്താനങ്ങളിലും കൺകുളിർമ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവേ, റഹ്മാനായ റബ്ബേ, ഞങ്ങൾ നിന്നോട് യാചിക്കുന്ന മറ്റൊരു വിഷയം ഞങ്ങളുടെ സഹോദരങ്ങളായ ഫലസ്തീനികളുടെ വിഷയത്തിലാണ്. അള്ളാഹു, അവർക്ക് നീ സ്വസ്ഥതയും സമാധാനവും നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, അവർക്ക് പരിപൂർണമായ സ്വതന്ത്രമായ ഒരു രാജ്യം നീ അവർക്ക് നൽകണേ റഹ്മാനെ. ആ ഫലസ്തീനിൻ്റെ പതാക വാനിൽ പറന്ന് കളിക്കുന്നൊരു സുന്ദരമായ ദിനം അള്ളാഹുവെ, നീ ഞങ്ങളെ കാണിച്ചു തരണമേ റഹ്മാനെ. അല്ലാഹുമ്മ അരിനാ അജായിബ ഖുദ്റതിക യാ റബ്ബൽ ആലമീൻ. പലരും പട്ടിണിയിലാണ്, മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. പലരും വസ്ത്രങ്ങളില്ലാത്ത അവസ്ഥയിലാണ്, വസ്ത്രങ്ങൾ കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ, അവിടെ വിധവകളായ സഹോദരിമാരുണ്ട്, അബലകളും നിരാലംബരുമായി തീർന്നിട്ടുള്ള ഉമ്മമാരുണ്ട്, അനാഥരായി തീർന്ന മക്കളുണ്ട്, കൈകാലുകൾ നഷ്ടപ്പെട്ടു പോയി 20,000-ലേറെ കുഞ്ഞുങ്ങളുണ്ട്, ജീവിതം തകർന്നടിഞ്ഞു പോയവരുണ്ട്, കിടപ്പാടം പോയവരുണ്ട്, ഒന്നുപോലും ബാക്കിയില്ലാത്ത രൂപത്തിലെല്ലാം നഷ്ടപ്പെട്ടവരുണ്ട്. അവർക്കൊക്കെയും നീ പകരം കൊടുക്കണേ റഹ്മാനെ. നീ കൊടുത്താൽ മാത്രമാണത് തികയുക. ലോകത്തുള്ള സർവ്വരാജ്യങ്ങളും അവർക്ക് നേരെ കാരുണ്യത്തിൻ്റെ കരങ്ങൾ നീട്ടിയാലും റഹ്മാനെ, നിൻ്റെ ഒരു നോട്ടം മാത്രം മതി അവർ രക്ഷപ്പെടാൻ. അള്ളാഹുവെ, ഉമ്മത്തിന് നീ ഇസ്സത്ത് നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, അവരെ ദ്രോഹിക്കുന്ന സയനിസ്റ്റ് ഭീകരരായിട്ടുള്ള ജൂതന്മാരെ അള്ളാഹുവെ, അവരുടെ ആയുധ ശേഷികളെ, അവരുടെ സായുധ ബലത്തെ, അവരുടെ സംഘശക്തിയെ, അവരുടെ സാങ്കേതിക വിദ്യകളെ, അവരുടെ ഐക്യത്തെ ഒക്കെയും നീ തകർക്കണേ റഹ്മാനെ. അള്ളാഹുവെ, പരാജയപ്പെടുത്തണേ റഹ്മാനെ. അള്ളാഹുവെ, റഹ്മാനായ റബ്ബെ, അബ്രഹത്തിൻ്റെ ആനപ്പട്ടാളത്തെ അബാബീൽ പക്ഷികളെ കൊണ്ട്, അല്ലെങ്കിൽ അബാബീൽ എന്ന കൂട്ടമായി വന്നിറങ്ങിയ പക്ഷികളെ കൊണ്ട് കഅബാലയത്തെ സംരക്ഷിച്ച റബ്ബേ, ഞങ്ങൾക്ക് നിന്നിൽ പ്രതീക്ഷ മാത്രമാണുള്ളത്. അതുകൊണ്ട് റഹ്മാനായ റബ്ബേ, നീ നടപടിയെടുക്കണം റഹ്മാനെ, നീ നടപടിയെടുക്കണം റഹ്മാനെ. അക്രമികളുടെ കരങ്ങൾക്ക് പിടിച്ച ചരിത്രമാണുള്ളത്. കൊലകൊമ്പന്മാരെ എല്ലാം നീ ഒഴുക്കിക്കളഞ്ഞിട്ടുണ്ട്, മുക്കിക്കൊന്നിട്ടുണ്ട്. രാത്രിയുടെ ഇരുളിൽ നീ അവരെയെല്ലാം കടപുഴക്കിയിട്ടുണ്ട്. അള്ളാഹുവേ, ആ ഒരു വിശ്വാസത്തിൽ, ആ ഒരു പ്രതീക്ഷയിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഞങ്ങളുടെ പ്രതീക്ഷകൾ നിറവേറ്റിത്തരണേ. ഞങ്ങളുടെ ജീവിതകാലത്ത് ഇതൊക്കെ കാണാൻ തൗഫീഖ് തരണേ റഹ്മാനെ. അള്ളാഹുവേ, റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആക്സിഡൻറ്റ്, അപകട മരണങ്ങൾ, രോഗങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന ദാരുണമായ അന്ത്യങ്ങൾ, ആകസ്മികമായ ദുരന്തങ്ങൾ, ഇതിൽ നിന്നൊക്കെയും നീ ഞങ്ങൾക്ക് സംരക്ഷണം നൽകണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീന വഅദില്ല ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീന വഅദില്ല അൽ കുഫ്ര വൽ കാഫിരീൻ. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനന അൽ മുസ്ലിമീന ഫീ ഗസ്സ. അല്ലാഹുമ്മ അൻസുർഹും, അല്ലാഹുമ്മ ഖവ്വിഹിം, അല്ലാഹുമ്മ വകുൻ മഅഹും. اللهم اشف مرضاهم وارحم موتاهم. اللهم آمن روعاتهم وأصلح بالهم واحفظ بلادهم. اللهم عليك باليهود المحتلين المعتدين وسائر أعداء الإسلام والمسلمين. اللهم دمر كيدهم. اللهم شتت شملهم وفرق جمعهم. اللهم احصهم عددا واقتلهم بددا ولا تغادر منهم أحدا. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. السلام عليكم ورحمة الله وبركاته.